Meet the editors. കാക്കിക്ക് നിയമം വേറെയോ എന്നാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഈ താനൂർ കസ്റ്റഡി കൊലയുമായി ബന്ധപ്പെട്ട് ഉയർന്നുകെട്ട പേരുകൾ ആ ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ വീണ്ടും ഉയരുന്ന ഒരു ആരോപണമായിട്ട് വേണം ഇതിനെ കാണാൻ. അപ്പോൾ അവിടെ പോലീസ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പല പല വിവരങ്ങൾ പുറത്തു വരുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. പക്ഷേ ഇത് അല്പം കൂടി ഞെട്ടിക്കുന്നത് അല്ലേ, ഒരു പരാതി പറയാൻ ചെല്ലുന്ന ഒരു സാധാരണ സ്ത്രീക്ക് അതിൻ്റെ മേലുദ്യോഗസ്ഥനിലേക്ക് പിന്നെ പോയി പറയുമ്പോൾ, അതിൻ്റെ മേലുദ്യോഗസ്ഥനിലേക്ക് പോയി പറയുമ്പോൾ എല്ലായിടത്തുനിന്നും ഒരേ രൂപത്തിലുള്ള പീഡനം. ഇത് കേരളത്തെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. നോക്കൂ, ഇപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്ക് മലപ്പുറത്തെ ഈ അതിജീവിത അവരൊരു പരാതി പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ മണി 9 കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 13 മണിക്കൂറായി ഈ പരാതി പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഈ നിമിഷം വരെ അക്കാര്യത്തിലൊരു നടപടി ഉണ്ടായതായിട്ട് മലപ്പുറത്തു നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ഒരു വാർത്തയും നമുക്ക് ലഭ്യമായിട്ടില്ല. അതിൻ്റെ അർത്ഥം ഒരു നടപടിയും പരാതിയിന്മേൽ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളൊരു നിയമം അനുസരിച്ച് ഇങ്ങനൊരു പരാതി ലഭിച്ചാൽ ഇമ്മീഡിയറ്റായിട്ട് FIR രജിസ്റ്റർ ചെയ്യണം. അതാണ് രാജ്യത്ത് നിലവിലുള്ള നിയമം. അതുകൊണ്ട് ഈ ചോദ്യം കാക്കിക്ക് വേറെ നിയമമാണോ എന്ന് ചോദിച്ചാൽ വേറെ നിയമമാണ് എന്നാണല്ലോ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കേരളം ഞെട്ടിയ മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെടുത്തി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടതുണ്ട്. 2-3 ആഴ്ചകളായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏതാണ്ട് 4-5 സിനിമാ പ്രവർത്തകരായ സ്ത്രീകൾ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വന്നിരുന്ന് അവരുടെ തൊഴിൽ മേഖലയിൽ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളും ലൈംഗിക ചൂഷണങ്ങളും പരസ്യമായി പറയുകയുണ്ടായി. അതിനുശേഷം അവർ പോലീസിൽ കേസ് കൊടുത്തു. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്? ഇമ്മീഡിയറ്റ് ആയിട്ട് FIR ഇട്ടു. എന്നും മാത്രവുമല്ല, അതിൻ്റെ പ്രത്യാഘാതം എന്തായിരുന്നു? ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായിരുന്ന രഞ്ജിത്തിന് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിനെതിരെ കേസുണ്ട്. അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന സാഹചര്യമാണുള്ളത്. എന്താണ് മുകേഷ് MLA-ക്കെതിരായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തു. മുകേഷ് MLA മുൻകൂർ ജാമ്യം നേടിയിരിക്കുകയാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖിന് എന്താ സംഭവിച്ചത്? ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹവും മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ്. ഈ രീതിയിൽ ഏതാനും സ്ത്രീകൾ, അതിലെ ചില പീഡനാരോപണങ്ങൾ എന്നൊക്കെ പറയുന്നത് 10-12 വർഷം പഴക്കമുള്ളതാണെന്നേ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിരുന്ന് പല സ്ത്രീകളും നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്ത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സർക്കാർ ഉണ്ടാക്കി. ഇന്നലെ എന്താ സംഭവിച്ചത്? ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ചുണ്ടാക്കി ഈ കേസ് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായ നടപടികളിലേക്കും അന്വേഷണങ്ങളിലേക്കും ഒരു സർക്കാരിന് പോകേണ്ടി വന്നിട്ടുണ്ട്. അവരും ഇന്ന് മലപ്പുറത്ത് ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീയും തമ്മിൽ എന്താ വ്യത്യാസം? ഇവർ 2 പേരും ഈ പറയുന്ന 2, 4, 5 പേര് എല്ലാവർക്കും ഈ നിയമം തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന വെളിപ്പെടുത്തൽ നടത്തിയ ഈ സിനിമാ താരങ്ങളുടെ ആരുടെയെങ്കിലും ഭൂതകാലമോ അവരുടെ പ്രവർത്തനമോ അതെന്തെങ്കിലും അന്വേഷിച്ചുകൊണ്ടാണോ നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്? അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നൊരു കാര്യം, ഒരു സ്ത്രീ വന്ന് അവർക്ക് ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട്, അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ റേപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ ബലാത്കാരമായിട്ട് പല ഇംഗിതങ്ങൾക്കും വിധേയാക്കിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികളിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പം ആ അർത്ഥത്തിൽ സ്ത്രീകളുടെ സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആഫ്റ്റർ നിർഭയ വളരെ ശക്തമാണ് ഈ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിയമം കൊണ്ട് പരിരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ആ പരിരക്ഷ ലഭിക്കേണ്ട ഒരു സ്ത്രീ ഇന്ന് വന്നിട്ട് വളരെ എല്ലാ മാധ്യമങ്ങളോടും അവരൊരു വലിയ തുറന്നു പറച്ചിലാണ് നടത്തിയിരിക്കുന്നത്. ആ തുറന്നു പറച്ചിലെന്ന് പറയുന്ന ആർക്കെതിരായിട്ടാണെന്ന് കൂടി വളരെ പ്രധാനമല്ലേ? ഒരു സംസ്ഥാനത്തെ സേനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥർക്കെതിരെയല്ലേ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്? എന്താണ് ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷ നൽകേണ്ട പോലീസിലെ 3 ഉദ്യോഗസ്ഥർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞാൽ അതൊരു ചെറിയ കേസാണോ? അതൊരു ചെറിയ പ്രശ്നമാണോ? നമ്മുടെ സേന അവർക്ക് സുരക്ഷ നൽകേണ്ടതല്ലേ? ആ സുരക്ഷ നൽകേണ്ട സേന തന്നെ ഇത്തരത്തിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ സേനയിൽപ്പെട്ട ചിലർ ഇങ്ങനെ പെരുമാറുന്നു എന്നൊരു വെളിപ്പെടുത്തലുണ്ടായാൽ അതിനെതിരായിട്ട് മുഖം തിരിഞ്ഞു നിൽക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല, ഒരു സർക്കാരിനും കഴിയില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വാർത്തയ്ക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. ഒരു സ്ത്രീ വന്ന് നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ് എങ്കിൽ ആ വെളിപ്പെടുത്തൽ ഈ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണെങ്കിൽ അത് ആ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏതൊരു മാധ്യമത്തിൻ്റെയും ധാർമ്മികമായ പ്രവർത്തനമായിരിക്കണം. അങ്ങനെയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന സ്ത്രീയുടെ ഭൂതകാലം അന്വേഷിച്ചു പോകുക, ഈ സ്ത്രീ എന്താണെന്ന് അന്വേഷിച്ചു പോകുക, ഇതൊന്നും ഇവിടെ പ്രസക്തമല്ല. നിങ്ങൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നാലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു കടന്നാക്രമണം
കടന്നാക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ അനുവാദം കൂടാതെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ, അത് നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ തുറന്നു പറച്ചിലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഈ പറയുന്ന സ്ത്രീക്ക് സംരക്ഷണം നൽകേണ്ട ഒരു വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എങ്കിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ സൊസൈറ്റിയെ ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഇന്ന് നടന്നിരിക്കുന്ന വെളിപ്പെടുത്തലിന് വലിയ സാമൂഹ്യ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. 2013 കേരളത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി നിന്ന് വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എതിരായിട്ടായിരുന്നു, കോൺഗ്രസ് നേതാക്കൾക്ക് എതിരായിട്ടായിരുന്നു. അന്നായിരുന്നല്ലോ സോളാർ കേസ് എന്ന് പറയുന്നത്. ആ സോളാർ കേസ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടു, എന്തെല്ലാം മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഒരു സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിനിടയാക്കിയ ഒരു കാര്യമല്ലേ ഈ പറയുന്ന സോളാർ കേസ് എന്ന് പറയുന്നത്. ആ സ്ത്രീ അന്ന് വന്ന് നിരന്തരമായി വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, എല്ലാ വാർത്താ മാധ്യമങ്ങളും അത് നിരന്തരമായി കൊടുത്തിട്ടുണ്ടല്ലോ. ആ സോളാർ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എത്ര രാഷ്ട്രീയ സമരങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ തെരുവുകളെല്ലാം ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ, അന്ന് പ്രതിപക്ഷത്തിരുന്ന് CPM അടക്കമുള്ള പാർട്ടികൾ ചോരക്കളമാക്കി മാറ്റിയിട്ടില്ലേ. അന്ന് ഈ പറയുന്ന സോളാർ വിഷയം ഏറ്റവും കത്തിച്ച് കേരളത്തിലൊരു രാഷ്ട്രീയ വിഷയമാക്കി നിർത്തിയത് കേരളത്തിലെ മാധ്യമങ്ങളല്ലേ. കേരളത്തിലെ മാധ്യമങ്ങളിലെ ന്യൂസ് റൂമുകളുടെ എല്ലാ രാത്രി കാലങ്ങളിലെയും നിരന്തരമായ ചർച്ചാ വിഷയം സോളാർ ആയിരുന്നില്ലേ. ആ സോളാർ വിഷയത്തിൽ ആ സ്ത്രീ അന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ മാധ്യമങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ? അന്ന് പുറത്തിറങ്ങി നിന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇര എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന ആളുടെ ഭൂതകാലം അന്വേഷിച്ച് പോയിട്ടുണ്ടോ? അവരുടെ ക്രെഡിബിലിറ്റി അന്വേഷിച്ച് പോയിട്ടുണ്ടോ? ആരും അന്വേഷിച്ച് പോയിട്ടില്ല. ഇന്ന് അധികാരത്തിലിരിക്കുന്ന CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും അന്ന് ഈ സോളാർ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ഒരു സംശയവും ഉന്നയിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, നിരന്തരം അവർ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ചെയ്തത്. സ്വാഭാവികമാണെന്നേ. അങ്ങനെ ഒരു സ്ത്രീ വന്നു എന്നൊരു കാര്യം പറഞ്ഞാൽ കേരളം പോലെ പുരോഗമനപരമായിട്ടുള്ളൊരു സമൂഹം ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് എവിടെയാണ് അത്തരം പുഴുക്കുത്തുകൾ ഉള്ളതെങ്കിൽ അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കണം. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികൾ തന്നെ ആ കേസ് അന്വേഷിച്ചില്ലേ, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ആ കേസ് അന്വേഷിച്ചില്ലേ. അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന ഇത്തരം വെളിപ്പെടുത്തലുകൾക്ക് വലിയ സാമൂഹ്യ പ്രാധാന്യമുണ്ട്. അതിനെ ഗൗരവത്തോടെ കാണുന്നൊരു സൊസൈറ്റിയാണ് നമ്മുടേത്. ഇന്നിപ്പോൾ പോലീസിലെ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരായിട്ടാണ് ഈ പറയുന്ന സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന കേസിൽ നിന്ന് വളരെ എളുപ്പത്തിൽ വ്യാജ വാർത്തയാണ് അല്ലെങ്കിൽ ഇവരുടെ ക്രെഡിബിലിറ്റി അതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ്. അതെല്ലാം അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ്. ആ നിയമ സംവിധാനത്തിന് അന്വേഷിക്കാൻ ബാധ്യതയുണ്ട്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 3 പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കുന്ന ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാര്യം കേരളം 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ്? എസ് സുജിത് ദാസ് എന്ന് പറയുന്ന SP. ഈ SP-യുടെ ടെലിഫോൺ സംഭാഷണം കേൾക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. എന്താണ് അദ്ദേഹം ഈ PV അൻവർ MLA പറഞ്ഞത്? ഇനി എനിക്കൊരു 10-25 വർഷം കൂടി സർവീസ് ഉണ്ടാകും. അപ്പോൾ എനിക്കെതിരായിട്ട് അങ്ങ് കൊടുത്തിരിക്കുന്ന ഈ കേസ് പിൻവലിച്ചാൽ ഞാൻ അങ്ങയുടെ അടിമയായി ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ വിശ്വാസ്യതയെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ തന്നെ ബോധ്യമുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട് വേറൊരു കേസിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ച് ചില പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്നതിലേക്ക് അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട്. അതിന്ന് എല്ലാ മാധ്യമങ്ങളും നന്നായി നിർവഹിച്ചിട്ടുണ്ട് എന്നുമാണ് എൻ്റെ അഭിപ്രായം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ അറിയാം, അമ്മയെ തല്ലിയാലും അഭിപ്രായമുണ്ടെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ വിളിച്ചു വരുത്തി ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ചർച്ചകൾ നടത്താവോ എന്നൊരു ധാർമ്മിക പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. ചില ചർച്ചകൾ ചില സന്ദർഭങ്ങളിൽ അനിവാര്യമാണ്. അത്തരം അനിവാര്യതകളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ ചർച്ചയെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇതിൻ്റെ നിജസ്ഥിതി കണ്ടെത്തേണ്ടത് മാധ്യമങ്ങളല്ല. മാധ്യമങ്ങൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല. എൻ്റെ ഓർമ്മയിൽ ഒരു അനുഭവമുണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 2001 ഇന്ത്യ ഞെട്ടിയ ഒരു അന്വേഷണമുണ്ട്. അതെന്താണെന്നറിയാമോ? തെഹൽക്ക അന്വേഷണമാണ്. രാജ്യത്തെ വലിയ പ്രതിരോധ കുംഭകോണത്തെ സംബന്ധിച്ചൊരു വലിയ വെളിപ്പെടുത്തലാണ് തെഹൽക്ക നടത്തിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെഹൽക്ക എന്താണ് ചെയ്തത്? തെഹൽക്കയുടെ 2 ജേർണലിസ്റ്റുകൾ വേഷപ്രച്ഛന്നരായിട്ട് അന്ന് അധികാരത്തിലിരുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിരോധ മന്ത്രിയുടെ വീട്ടിൽ ചെല്ലുന്നു. സർക്കാരിൻ്റെ നയിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള ബംഗാരു ലക്ഷ്മൺ, BJPയുടെ അധ്യക്ഷനായിട്ടുള്ള അയാളുടെ വീട്ടിൽ ചെല്ലുന്നു. ഇവർക്കൊക്കെ കൈക്കൂലി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, പല പട്ടാള ഉദ്യോഗസ്ഥർക്കും മദ്യം നൽകുന്നു, ലൈംഗിക തൊഴിലാളികളെ പ്രൊവൈഡ് ചെയ്യുന്നു. ഒരർത്ഥത്തിൽ ഇതൊക്കെ വലിയ തെറ്റാണ്. എന്തിനാണ്? കരാറ് നേടാൻ വേണ്ടി, അതായത് ആയുധ കരാർ നേടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് വലിയ രീതിയിൽ കമ്മീഷനുകൾ ആളുകൾ അടിച്ചു മാറ്റുന്നുണ്ട് എന്നുള്ളൊരു വലിയ വസ്തുതയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ ദൃശ്യമാധ്യമ സ്റ്റിംഗ് ഓപ്പറേഷൻ നടക്കുന്നത്. ആ സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ ധാർമ്മികതയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരിയായ കാര്യമാണോ ചെയ്തത്? മദ്യം വിളമ്പുന്നു, അതുപോലെ തന്നെ ലൈംഗിക തൊഴിലാളികളെ കൊണ്ട് കൊടുക്കുന്നു, പണം കൈമാറുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് അന്ന് ഈ മാധ്യമപ്രവർത്തകർ രാജ്യത്തോട് പറഞ്ഞത്, നോക്കൂ, ഈ രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെ അപകടത്തിലാണ്. ഈ രാജ്യത്ത് ആയുധങ്ങൾ വാങ്ങിക്കാൻ അതിൻ്റെ അതിൻ്റെ ക്വാളിറ്റി പോലും നോക്കാതെ കൈക്കൂലി വാങ്ങി തങ്ങളുടെ താല്പര്യം
താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി ഈ പറയുന്ന കമ്മീഷൻ വാങ്ങിക്കൊണ്ട് കരാറുകൾ നൽകുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നാണ് അന്ന് ഈ ഓപ്പറേഷൻ വെസ്റ്റൻഡ് എന്ന് പറയുന്ന തെഹൽക്കായിലൂടെ ഇന്ത്യയിലെ ജേർണലിസ്റ്റുകൾ പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുണ്ടല്ലോ ആ സർക്കാരിലെ പ്രതിരോധ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു എന്ന് മാത്രമാണോ, ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റായിട്ടുള്ള ബംഗാരു ലക്ഷ്മൺ രാജിവെക്കേണ്ടി വന്നു, അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു. അതേപോലെ പ്രതിരോധ മന്ത്രിയുടെ പാർട്ടിയായിട്ടുള്ള സമതാ പാർട്ടിയുടെ അധ്യക്ഷ ജയാ ജെയ്റ്റ്ലിക്ക് രാജിവെക്കേണ്ടി വന്നു. ഇന്ത്യയിൽ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം കാണിച്ചത് തോന്നിയാസാണ്, നിങ്ങൾ പലരും പൈസയും പെണ്ണും മദ്യവും ഒക്കെ കൊടുത്ത ആളിനെ പ്രലോഭിപ്പിച്ചു എന്ന്. പക്ഷെ കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്, ലാർജർ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അതായത് വിശാലമായ ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജേർണലിസ്റ്റുകൾ നടത്തിയ ഒരു അന്വേഷണമാണിതെന്നും ആ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അപകടമാണെന്നും അതിനെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയതെന്നും അത് ഒരു പ്രധാനപ്പെട്ട ജേർണലിസത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്നുള്ള നിരീക്ഷണം പോലുമുണ്ട്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന സമൂഹത്തിന്റെ പുഴുക്കുത്തുകളായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഓഫീസർമാരൊക്കെ പോലീസ് മേഖലയിലുണ്ട് എങ്കിൽ ആ പോലീസ് സേനയ്ക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്ത്രീ വന്നിട്ടൊരു വെളിപ്പെടുത്തൽ നടത്തിയാൽ ആ വെളിപ്പെടുത്തൽ അത് ആരുമായിക്കൊള്ളട്ടെ അവരുടെ അനുഭവമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീ വന്ന് നിങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് പറയുകയാണ് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ, അതെനിക്ക് എൻ്റെ ഒരു പ്രശ്നവുമായി പോയിട്ട് ആ പ്രശ്നത്തെ ഞാൻ എനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ പ്രശ്നത്തിൻ്റെ സത്യവും കള്ളവും ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരും അതിൻ്റെ പോലീസ് സേനയും അതിൻ്റെ അന്വേഷണ സംഘവും ഒക്കെയാണ്. അവരിത് വൃത്തിയായി അന്വേഷിക്കട്ടെ. എന്നിട്ട് ആ സ്ത്രീ കള്ളമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ വ്യാജമായ പരാതിയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവരെ ശിക്ഷിക്കട്ടെ. അതിന് പകരം അവർക്കെതിരായിട്ടൊരു നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് ഇതിപ്പോൾ കേരള പോലീസ് അസോസിയേഷൻ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്, ഞങ്ങൾ വളരെ ശക്തമായി ഇതിനെ നേരിടും, വ്യാജ പരാതിയാണെങ്കിൽ നേരിടണം, ഏത് അറ്റം വരെയും നിയമത്തിൽ നിങ്ങൾക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്ത്രീക്കും ആ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്ത്രീ അങ്ങനെ ഒരു പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർ പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെല്ലാം അത് ടെലികാസ്റ്റ് ചെയ്യണം. കാരണം നാളെ നമ്മുടെ സഹോദരിമാരിൽ ആർക്കും ഇത് സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് സേന എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി രൂപപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സേനയിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് സേനയുടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ്. അത് ആ സേനയുടെ അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ്. അവിടെ വെച്ചിട്ട് തന്നെ ഒരു ഉന്നതമായ ഉദ്യോഗസ്ഥനെതിരെ അഴിമതി ഒരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ക്ലെൻസിംഗ് ആണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇനി പല വെളിപ്പെടുത്തലുകളും വരും. ആ വെളിപ്പെടുത്തലുകളെല്ലാം മാധ്യമങ്ങളിൽ പ്രതിഫലിക്കും, മാധ്യമങ്ങൾ അത് ചർച്ചയാക്കും, മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അത് ചർച്ചയാക്കും. സ്വാഭാവികമായും അത്തരം സന്ദർഭങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് രാജ്യത്ത് നിലവിലുള്ള നിയമം, ആ നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഒരു പീഡന പരാതി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് FIR ഇട്ടിട്ട് കേസും നടപടിയും അന്വേഷണത്തിലേക്കും പോകേണ്ട ഒരു സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട്. നമ്മൾ ആർജിക്കറിലെ ഈ നഴ്സിനെ ബലാത്സംഗം ചെയ്തതിനെ കുറിച്ച് എത്ര ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? അതേപോലെ തന്നെ നിർഭയയുടെ വിഷയം എത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തെ സ്ത്രീകളെ സംരക്ഷിക്കുകയും അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ച് അവർക്ക് ജീവിക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരോഗമന സമൂഹമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ അത്തരത്തിലൊരു സ്ത്രീക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ അവർ പറയുന്നത് സത്യമാണ് എങ്കിൽ ആ പറയുന്ന സ്ത്രീ ഈ പറയുന്ന ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതെല്ലാം വെളിച്ചത്ത് വരികയും നിയമപരമായ നടപടികൾക്ക് അവരെല്ലാം വിധേയരാകുകയും ചെയ്യേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ വലിയൊരു ഉത്തരവാദിത്വമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനുള്ളത്, കേരളത്തിലെ പോലീസ് നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവർ മുന്നോട്ട് തന്നെ വരണം. അതായത് ഈ പറയുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ ഡിപ്പാർട്ട്മെന്റിൽ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് തല സംരക്ഷണം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താ അറിയോ, കേരളത്തിലെ കസ്റ്റഡി മരണങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്ര കസ്റ്റഡി മരണങ്ങളുടെ പേരിൽ എത്ര പോലീസുകാർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്? സസ്പെൻഡ് ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തും. ഈ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തിയതിന് ശേഷം ഈ കേസ് അങ്ങ് ഒതുക്കും. അതിനുശേഷം കുറച്ചു നാൾ കഴിഞ്ഞ് ഈ സസ്പെൻഷൻ കഴിഞ്ഞ് ഇവർ തിരിച്ചു വരും. ഇന്നും കസ്റ്റഡി മരണത്തിന്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ട എത്രയോ ആളുകൾ ഉന്നതമായ പോലീസ് പദവികളിൽ ഇരിക്കുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇത് പോലീസിനകത്തൊരു പ്രശ്നമുണ്ടായാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്ന മട്ടിൽ അങ്ങ് പരിഹരിച്ച് കളയാമെന്ന് വിചാരിക്കരുത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് സേനയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമാണ്. അതുകൊണ്ട് അസോസിയേഷൻ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ കേസിൽ ഇത് വ്യാജമാണോ ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് അവർക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. അവരെ തന്നെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയിലേക്ക് പോകേണ്ടതുണ്ട്. ഹേമ കമ്മിറ്റിക്ക് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നിയമ നടപടികളൊക്കെ തന്നെയും ഈ പറയുന്ന മലപ്പുറത്തെ ആ സ്ത്രീയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടും അതിനും ബാധകമാണ്. ആ അർത്ഥത്തിൽ തന്നെ നിയമ നടപടികൾ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം.
ശരി, കാക്കിക്ക് നിയമം വേറെയൊന്ന് ചോദിക്കുമ്പോൾ കാക്കി ഇവിടെ ഒരു അധോലോകമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ PV അൻവർ ആദ്യം പുറത്തുവിട്ട ശബ്ദരേഖയിൽ SP സുജിത് ദാസ് എങ്ങനെയാണ് ഒരു MLA യോട് കെഞ്ചുന്നത്, ഒരു പരാതി പിൻവലിക്കാൻ എങ്ങനെയാണ് കെഞ്ചുന്നത് എന്നുള്ളത് കേരളം കേട്ടതാണ്. അപ്പോൾ അതേ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ ബലാത്സംഗ ആരോപണം ഉയരുന്നത്. ഒരു സ്ത്രീ ഇങ്ങനെ കുറേ നേരമെടുത്ത് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. വെളിപ്പെടുത്തൽ എന്ന് വാക്ക് പറയുമ്പോൾ അത് സത്യമാകണം. സത്യമാണോ എന്ന് നമുക്കറിയില്ല. അത് പരിശോധിക്കണമല്ലോ. ആര് പരിശോധിക്കും, എങ്ങനെ പരിശോധിക്കുമെന്നുള്ള കാര്യമുണ്ട്. അവർ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ വാർത്ത നന്ന് രാവിലെ മുതൽ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ വാർത്തയിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ യൂട്യൂബിലൊക്കെ വരുന്ന പ്രതികരണങ്ങൾ, പലപ്പോഴും അതിലെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സ്ത്രീയുടെ പ്രതികരണത്തിൽ അവർ പറയുന്നുണ്ട് ഞാൻ വഴങ്ങി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കുന്നവർ എങ്ങനെയാണ് ബലാത്സംഗം എന്ന് പറയുക എന്നുള്ളതാണ്. എങ്ങനെയാണത് ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കുന്നത് എന്നുള്ളത് അവർ പറയുന്നുണ്ടല്ലോ. അവരൊരു ആവശ്യമായി അങ്ങോട്ട് പോകുന്നു, ആ ആവശ്യം നടപ്പാകുന്നില്ല, ഇങ്ങനെ ചെയ്താലേ നിങ്ങളുടെ ആവശ്യം നടക്കൂ എന്ന് പറയുന്നു. അവരുടെ വീടുമായി ബന്ധപ്പെട്ട പരാതിയാണെന്ന് പറയുന്നു. അപ്പോൾ അത് റേപ്പിൻ്റെ പരിധിയിൽ വരും. ഒരു പരാതിയുമായി പോകുന്ന ഒരു സ്ത്രീക്ക് ഇതാണ് അനുഭവം. പോലീസ് സ്റ്റേഷനിൽ ഒരു CAയിൽ നിന്ന് SHOയിൽ നിന്ന് ആ അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ മേലുദ്യോഗസ്ഥനോട് പരാതിയായി പറയാൻ പോകുമ്പോൾ അവിടെ നിന്നും അതേ അനുഭവം, അതിൻ്റെ മേലുദ്യോഗസ്ഥനോട് പറയാൻ പോകുമ്പോൾ അവിടെ നിന്നും അതേ അനുഭവം എന്നവർ പറയുമ്പോൾ അത് പരിഗണിക്കേണ്ടതല്ലേ, അത് പരിശോധിക്കേണ്ടതല്ലേ, അത് അടിയന്തരമായി പരിശോധിക്കേണ്ടതല്ലേ? ഈ തരത്തിലൊരു പോലീസ് സംവിധാനം മലപ്പുറത്ത് പ്രവർത്തിക്കും. നമ്മൾ താനൂർ കസ്റ്റഡി കൊലയുമായി ബന്ധപ്പെട്ട് കുറേ വിവരങ്ങൾ കേട്ടതാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നിപ്പോൾ അൻവർ പറയുന്ന ബാസിലിൻ്റെ കഥ, എങ്ങനെയാണ് ഒരു കഥ രൂപപ്പെടുത്തുന്നത്, എങ്ങനെയാണ് ഒരു കൊലപാതക കേസിലേക്ക് പരാതി പറയുന്നവരെ തന്നെ പ്രതികളാക്കി മാറ്റുന്നത് എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തും സംഭവിക്കുന്ന ഒരു രൂപത്തിലേക്ക് പോലീസ്, ഏത് രൂപത്തിലും പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനുശേഷം നോക്കൂ, ഈ ആരോപണ വിധേയനായ CA വന്ന് മാധ്യമങ്ങളെ കാണുകയാണ്. യൂണിഫോം ഇട്ടുകൊണ്ട് പോലീസുകാരൻ അങ്ങനെ മാധ്യമങ്ങളെ കാണാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അതിന് മുൻകൂർ അനുമതിയൊക്കെ വാങ്ങേണ്ടത്, അങ്ങനെ ഒരു അനുമതി വാങ്ങിയിട്ടാണോ അദ്ദേഹം പ്രതികരിച്ചത്? വളരെ വിശദമായി തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് പോയി എന്ന ഒരു പരാതി വന്നപ്പോൾ ഇത് അന്വേഷിച്ച DYSP ബെന്നി എന്നോട് ചോദിച്ചു, നിങ്ങൾ അവിടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോയിട്ടില്ല, ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ DYSP ബെന്നിയെ കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നു, ഇൻറ്റഗ്രിറ്റിയുള്ള ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നു. അതിനുശേഷം മുഴുവൻ ഡീറ്റെയിൽസും കോൾ ഡീറ്റെയിൽസ് എടുക്കുന്നു. എന്നിട്ട് ആ സ്ത്രീ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു എന്നാണ് ഇപ്പോൾ CA പറയുന്നത്. എങ്ങനെയാണ് തെളിയുന്നത്? FIR ഇട്ടിട്ടുണ്ടോ? അപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ നേരിട്ട് ചോദിച്ച് ഉന്നത ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് പറഞ്ഞ് ബോധ്യപ്പെട്ട് അങ്ങനെയാണോ ഒരു കാര്യത്തിൽ പരിശോധന നടത്തുന്നത്? അപ്പോൾ അതിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അതിനുശേഷം എന്താണ്? വീണ്ടും പരാതി വന്നപ്പോൾ സുജിത് ദാസിന് പരാതി വരുന്നു. ആർക്ക്? SP-ക്ക് പരാതി വരുന്നു. അപ്പോൾ അതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അതിനുശേഷം കോൾ ഡീറ്റെയിൽസ് വീണ്ടും എടുക്കുന്നു, ലൊക്കേഷൻ എടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു. FIR എവിടെ? FIR എന്ന കാര്യം കേൾക്കുന്നില്ല. അപ്പോൾ അതിലും വേറെ രൂപത്തിൽ 2 തരത്തിൽ അന്വേഷണം നടന്നു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഈ അന്വേഷണത്തിന് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനു മുമ്പ് ഒരു പരാതിയുമായി സ്ത്രീ വന്നിട്ടുണ്ട്. അത് ഒരു ഓട്ടോറിക്ഷക്കാരൻ പീഡിപ്പിച്ചു എന്ന പരാതിയുമായിട്ടാണ് വന്നതെന്ന് പറയുന്നു. അതിനുശേഷം കുറേ മാധ്യമങ്ങൾ ചോദിച്ച് ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് ഒരു സിവിൽ കേസുമായിട്ടുള്ള പരാതിയുണ്ട്. ആ സിവിൽ കേസാണ് ഇവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ പരാതികൾ പറഞ്ഞ് പുറത്ത് പരിഹരിച്ച് പണം തട്ടുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്വഭാവ ദൂഷ്യമുള്ളൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞ് അത് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസുകാരൻ നടത്തുന്നത്. അത് അങ്ങനെയല്ല ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടത്. ഇതിൽ അന്വേഷണം നടത്തുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ആരോപണം വന്നതിൽ അടിയന്തരമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് പരാതി പോയിരിക്കുന്നു, മുഖ്യമന്ത്രി അത് DGP-ക്ക് കൈമാറിയിരിക്കുന്നു എന്ന് പറയുന്നു. ഈ നിമിഷം വരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ പരാതിക്കാരുടെ സ്വഭാവം, അവരുടെ ചരിത്രം, മുൻകാലത്ത് എങ്ങനെയാണ് അവർ ജീവിച്ചത്, ഇപ്പോഴെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ഈ കേസിൽ എന്താണ് പോലീസ് ആദ്യം ചെയ്തത് എന്ന കാര്യമാണ് പോലീസ് ആദ്യം വിശദീകരിക്കേണ്ടതെന്ന് തോന്നുന്നു. അല്ലാതെ നമ്മളിപ്പോൾ പരാതിക്കാരി പറയുന്നത് മുഴുവൻ ശരിയാണ് എന്നൊരു വ്യാഖ്യാനത്തിലേക്കോ നമ്മളുടേതായ ഒരു നിഗമനത്തിലേക്കോ നമ്മൾ എത്തുന്നില്ല, അല്ലേ ശ്രീ ആൻഡ്രൂസ്? തീർച്ചയായിട്ടും സ്മൃതി, റിപ്പോർട്ടർ TV തുടങ്ങിയ സമയത്ത് നമ്മളതിൻ്റെ ഒരു ടാഗ് ലൈൻ നോക്കിയ സമയത്ത് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആണ്, നീതിക്ക് വേണ്ടി പോരാടുക എന്നുള്ളതാണ് റിപ്പോർട്ടർ TVയുടെ ധർമ്മം. കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര ശതമാനം അത് പാലിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നീതിക്ക് വേണ്ടി പോരാടാൻ റിപ്പോർട്ടർ TV ഇറങ്ങി തിരിച്ചിട്ട് തന്നെയാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നതും. ഇത് അതിനുവേണ്ടിയിട്ട് മാത്രമേ ഈ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് റിപ്പോർട്ടർ TVക്ക് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ടാഗ് ലൈൻ ഇടാൻ കാരണം. നമ്മൾ
നമുക്ക് മിനിങ്ങാന്ന് ഈ പറയുന്ന പരാതിയെക്കുറിച്ച് നമ്മൾ മിനിങ്ങാന്ന് രാവിലെയാണ് അറിയുന്നത്. നമ്മൾ മിനിങ്ങാന്ന് രാവിലെ അറിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം വരെ ഇതിനെക്കുറിച്ച് അറിയാവും. നമുക്കൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിരവധി പരാതികൾ ഇവിടെ വരുമല്ലോ. അപ്പോൾ നമ്മളിതൊന്നും ക്രോസ് വെരിഫൈ ചെയ്യാതെ അല്ല നമ്മളൊന്നും കൊടുക്കുന്നത്. നമ്മൾ വൈകുന്നേരം വരെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. വൈകുന്നേരം ആയതിനു ശേഷമാണ് TV പ്രസാദ് മലപ്പുറത്തേക്ക് പോകുന്നത്. മലപ്പുറത്തേക്ക് പോയി മലപ്പുറത്ത് അവിടെ ചെന്നതിന് ശേഷം നമ്മളെന്താണ് ഈ കാര്യങ്ങൾ മുഴുവൻ പിറ്റേ ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അന്വേഷിക്കുകയാണ്. അന്വേഷിച്ചതിന് ശേഷം ഇവർ പറഞ്ഞതിനനുസരിച്ചിട്ട് ഇവരെ സാക്ഷികൾ ആരാണ്, ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് അതിൽ സാക്ഷികളുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. സാക്ഷികളുണ്ടെന്ന് അറിയാണ്. സാക്ഷികളുണ്ടതിന് ശേഷം അവരോട് നമ്മൾ ചോദിക്കുകയാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് പറയും. അപ്പോൾ അവർ പറയുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് നമ്മുടെ വൈറ്റിലും അവർ പറയുന്നുണ്ടല്ലോ. ദിക്സാക്ഷിയുടെ പ്രതികരണമുണ്ട്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്ന് പറയുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അവിടുത്തെ ഈ പറഞ്ഞ അവർ പറയുന്നത് ഈ സ്ത്രീ അതിജീവിത പറയുന്നുണ്ട് എനിക്ക് PV അൻവറുമായി സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ PV അൻവറോട് അവരോട് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടാൽ നന്നാവും എന്ന് പറയുന്നു. PV അൻവർ ആ സ്ത്രീയെ അവരുടെ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ കാണുന്നുണ്ട്. അവിടെ എനിക്ക് വനിതാ പ്രവർത്തകർ അവർ 10-15ഓളം വനിതാ പ്രവർത്തകരും എനിക്ക് തോന്നുന്നു 10-30ഓളം പാർട്ടി പ്രവർത്തകരുമുണ്ട്, പൊതുപ്രവർത്തകരുമുണ്ട്. അവിടുന്ന് ഈ പറയുന്ന PV അൻവർ അടക്കം കേട്ടതിന് ശേഷം ആണ് നമ്മൾ ആ വൈറ്റ് സത്യം പറഞ്ഞാൽ അവിടെ നിന്നാണ് കേൾക്കുന്നത്. രാത്രി എനിക്ക് തോന്നുന്നു 9 മണിയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നുണ്ട്, സമയം ഫിക്സ് ചെയ്യുന്ന ആ സമയത്താണ് തോന്നുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അവിടുന്ന് ബൈറ്റ് എടുക്കുന്നു. അത് ഏകദേശം എനിക്ക് 30 മിനിറ്റോളമുള്ള ഒരു ബൈറ്റാണ്. ആ സംവിധാനം അതിനുശേഷവും നമ്മൾ രാത്രി മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിക്കും. എന്താണ് വിചാരിക്കുന്നത്, കേരളത്തിലെ മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് റിപ്പോർട്ടർ TV ഇത്രയും നാളെടുത്തിരിക്കുന്ന നിലപാടുകളെ എല്ലാം തകിടം മറിക്കുന്ന വിധത്തിൽ ഒരു വാർത്തയെടുത്ത് അങ്ങ് എന്തെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നില്ല. അവരെത്ര മൂടന്മാരും മണ്ടന്മാരുമാണെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു വാർത്ത നമ്മൾ പ്രക്ഷേപണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് രാവിലെ 9 മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. 9 മണിക്ക് ടെലികാസ്റ്റ് ചെയ്തു, അല്ല 8 മണിക്ക് 9 മണിക്കാണ് ആദ്യം ടെലികാസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. കാരണം ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് വലുതാണ്. കാരണം ആ പ്രഷർ താങ്ങാൻ വേണ്ടിയിട്ട് ആ പറഞ്ഞ അതിജീവിതയ്ക്ക് ഉണ്ടാവും. അവർ ബൈറ്റ് കൊടുത്ത ആൾക്കാരല്ലേ, നമ്മൾ അവരോട് ചെയ്യുന്ന ക്രൂരത എത്ര വലുതായിരിക്കും. നമ്മൾ 9 മണിക്ക് കൊടുക്കുമെന്ന് നമ്മളതുകൊണ്ടാണ് രാവിലെ 7:30 തന്നെ അത് ബ്രേക്ക് ചെയ്യാനുള്ള കാരണം. ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്താണ് അടുത്തതായിട്ട് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്യാണത്. എനിക്ക് തോന്നുന്നത് 3-4 മിനിറ്റുള്ള ഒരു വാർത്ത ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കേരളത്തിലും എല്ലാ മാധ്യമങ്ങളും 1 by 1 ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരോട് നമ്മൾ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് വരുന്ന കോഴ്സിൻ്റെ പുറകെ അവർ നിന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടത് ഭാഗ്യം. പിന്നെ ഈ പറയുന്ന വാർത്തകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ എഡിറ്റോറിയൽ തീരുമാനവും നമ്മുടെ തീരുമാനമാണ്. കാരണം അത് എന്ന് പറയുന്നത് നമ്മൾ ആ സ്ത്രീയിൽ നിന്ന് എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ജനങ്ങളോട് വിളിച്ചു പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമുക്ക് അവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുമോ? നമുക്ക് അവരുടെ മുഖ്യമന്ത്രി ഓഫീസിൽ പോകാൻ പറ്റുമോ? നമുക്ക് അവരുടെ പരാതിയായിട്ട് മുന്നോട്ട് പറ്റുമോ? ഒന്നും നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് പറ്റുന്ന എന്താണ്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് വിളിച്ച് പറയാം. അതാണല്ലോ നിസാർ നേരത്തെ പറഞ്ഞതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന ആൾക്കാരെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ടെലികാസ്റ്റ് ചെയ്തില്ലേ. നമ്മളതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിക്കുന്നത് ടെലികാസ്റ്റ് ചെയ്യുന്നു. അല്ലാതെ അവർ മുൻ ജീവിതം എന്താണ്, അവർ മുൻപ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നോക്കാൻ പോകുന്നുണ്ടോ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അതിജീവിത എന്ന് പറയുന്നത് അവർ പീഡനമേറ്റ സ്ത്രീയാണ്. ആ പീഡനമേറ്റ സ്ത്രീകൾ എന്തു പറഞ്ഞാലും അവർ എന്ത് സ്ത്രീകളായിക്കോട്ടെ നമ്മളത് ടെലികാസ്റ്റിൽ ബാധ്യസ്ഥരല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഈ മാധ്യമ സ്ഥാപനം എന്ന് പറഞ്ഞ് ഇവിടെ തുറന്നു വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് സത്യസന്ധമായി അതിൻ്റെ വിക്ടിം ആരായിക്കോട്ടെ, SP ആയിക്കോട്ടെ, DYSP ആയിക്കോട്ടെ, CI ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇനി മന്ത്രിമാരായിക്കോട്ടെ, നമ്മൾ എത്ര മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മന്ത്രിമാർ ലൈംഗിക ആരോപണം വെച്ച് രാജിവെച്ച് പോയിട്ടില്ലേ? എത്ര ആരോപണങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്? ഈ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ തെളിഞ്ഞിട്ടാണുള്ളത്. പരാതി വന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു മര്യാദയുടെ പേരിലെങ്കിലും ആ സ്ത്രീയോടൊന്ന് വിളിച്ച് ചോദിക്കാനുള്ള മര്യാദ ഈ സമയം വരെ ഈ പറഞ്ഞ കേരള സർക്കാർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനെന്താ മറുപടി പറയേണ്ടത്? ഈ സമയം വരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ നോക്കുമ്പോൾ എന്താണ്, കേരളത്തിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അടുത്തൊരു പരാതി കിട്ടുന്നു. ആ പരാതിനെ നിജസ്ഥിതി നമ്മൾ അന്വേഷിക്കുന്നു, നമ്മളത് കൊടുക്കുന്നു. ഇനി അവർ നുണ പറയുകയോ അവരതിനെ കള്ളത്തരാണ് പറയുന്നതെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള നിയമം ഈ നാട്ടിലില്ലേ? അതിന് അന്വേഷിക്കാനുള്ള സംവിധാനം ഈ നാട്ടിലില്ലേ? അത് അന്വേഷിക്കാൻ പോലും ഈ സമയം വരെ വിചാരിച്ചില്ല. ഇവർ കള്ളത്തരമാണോ പറയുന്നത്? എത്ര ആൾക്കാർക്കെതിരെ ആരോപണം പറഞ്ഞിട്ടുള്ളത്? ആ ആരോപണം കള്ളത്തരമാണോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനം ഈ കേരളത്തിലില്ലേ? അപ്പോഴത്തേക്കും നമ്മളെ ആൾക്കാർ വന്നിട്ട് പറയുകയാണ് എന്ത്, അയ്യോ ഇത് ഒരു സേനയ്ക്ക്. ഞാൻ പറഞ്ഞത് ഈ സേനയുടെ ഇൻറ്റഗ്രിറ്റി അല്ലാതെ കേരളത്തിലെ പോലീസിൻ്റെ ഇൻറ്റഗ്രിറ്റി ഒന്നും ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. കേരളത്തിലെ പോലീസിൻ്റെ ഇൻറ്റഗ്രിറ്റീനൊക്കെ കേരളത്തിലെ ജനങ്ങൾ നല്ല ഇന്ത്യയിലെയോ അല്ലെങ്കിൽ വേൾഡിയോ ഒന്നാമതോ അതിനനുസരിച്ച് അടുത്തോ നിൽക്കുന്ന പോലീസ് സേനയാണ് നമ്മുടെ എന്നുള്ളത് ആർക്കാണ് അവിടെ സംശയമുള്ളത്? മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ പോലീസ് അസോസിയേഷൻ്റെ യോഗത്തിൽ പറഞ്ഞതുപോലെ ഇതിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ടാവുന്നേ. എത്ര ആയിരക്കണക്കിന് പോലീസുകാരുള്ള കേരളത്തിൽ എല്ലാവരും ശുദ്ധന്മാരും സത്യസന്ധരും പിന്നെ ക്ലീനായി വർക്ക് ചെയ്യുന്ന ഇവിടെ കസ്റ്റഡി കൊലപാതകം നടക്കുമോ? അങ്ങനെയാണോ നടന്നിട്ടുള്ളത്?
നമ്മൾ ഈ താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ എന്താ സമസ്തം ദിവസങ്ങളോളം റിപ്പോർട്ടർ TV ചർച്ച ചെയ്തിട്ടല്ല ഈ 4-5 മാന്യന്മാർ ജയിലിൽ പോയത് അല്ലേ? ദിവസങ്ങളോളം. ഒന്നാമത്തെ ദിവസം ചർച്ച ചെയ്തപ്പോഴോ രണ്ടാമത്തെ ദിവസം ചർച്ച ചെയ്തപ്പോഴോ ഈ വേറെ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ വിശ്വസിക്കുന്ന ഒരു മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കഥ പറയുകയായിരുന്നു ചെയ്ത് അന്നത്തെ സമയങ്ങൾ മുഴുവൻ. എനിക്കറിയാം CBI അന്വേഷിക്കുന്നില്ല കേസ്. അന്നത്തെ ഈ കസ്റ്റഡി മരണം ഉണ്ടായിരുന്നില്ല എന്ന് മാന്യതയോടുകൂടി പറഞ്ഞ ആരെങ്കിലും CBI എന്തിനാ ഈ കേസ് അന്വേഷിക്കുന്നത്? CBI എന്തിനാ 4 പേരെ പിടിച്ച് ജയിലിലടച്ചത്? ഇത് നമ്മളാരെങ്കിലും പറഞ്ഞിട്ടാണോ ഇവർ പോയി കസ്റ്റഡി കൊലപാതകത്തിൽ കൂടെ ഈ സംവിധാനം ചെയ്തിട്ടുള്ളത്? ഇത് പറയുന്ന സംവിധാനം, ഇതിൽ പറയുന്ന ഈ 5 ദിവസമായിട്ട് PV അൻവർ നടത്തുന്ന വെളിപ്പെടുത്തൽ എന്താ? PV അൻവർ സർക്കാരിനെതിരെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. PV അൻവർ എന്താ പറയുന്നത്? അതൊരു പോലീസ് സേനയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് വഴിവെക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് ഈ പറയുന്ന സംവിധാനങ്ങൾ മാറുമ്പോൾ ഈ താനൂർ കസ്റ്റഡി കൊലപാതകത്തിലെ പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ള കേസുകളെ പോലെ എത്ര കേസുകളാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ പറഞ്ഞ ലൈംഗിക പീഡനത്തിനോ ലൈംഗിക പരാതികൾക്കെതിരെ എടുത്തിട്ടുള്ളത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 17 പരാതിയോ 18 പരാതി എല്ലാത്തിനും FIR ഇട്ട് ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ അന്വേഷിക്കുന്നില്ലേ? ആ അന്വേഷിക്കുന്ന ഭാഗമായിട്ട് എന്തുകൊണ്ട് ഇതുപോലെ ഒരു 30 മിനിറ്റ് അവർക്ക് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുന്നില്ല സ്മൃതി. ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഇടവിടാതെ കറക്റ്റായിട്ട് ഈ 30 മിനിറ്റ് പറയാൻ പറ്റുമെന്നുള്ളത്. നമ്മളൊരു വൈദ്യ 39 വയസ്സുള്ള സ്ത്രീയാണത്. 39 വയസ്സുള്ള സ്ത്രീക്ക് ഈ പറഞ്ഞ 30-35 മിനിറ്റ് എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ ഇന്നയാളാണ് ഈ ഉപദ്രവിച്ചത്, എന്നെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഉപദ്രവിച്ചത്, എന്നെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടാണ് പോയത്, എന്നെ ഒരു വലിയ വീട്ടിൽ കൊണ്ടുപോയി BMW കാറിലാണ് കൊണ്ടുപോയത്, എന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു സ്ത്രീക്ക് ഇങ്ങനെ കറക്റ്റായി പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എന്നെ എവിടെയാണ് കൊണ്ടുവിട്ടതെന്ന് പറയുന്നു, ഏത് ബസ്സിലാണ് പോയതെന്ന് പറയുന്നു. ഇവിടെ ഈ പറഞ്ഞവർക്ക് എല്ലാ സാക്ഷിയില്ലേ? ഇവരുടെ കൂടെ സ്റ്റേഷനിൽ പോയത് അവരുടെ മകനുണ്ട്, അവരുടെ കൂടെ പോയ ഒരാളുണ്ട്. ഈ പറഞ്ഞ CI വീട്ടിൽ വരുമ്പം ഉണ്ടായൊരു സ്ത്രീയുണ്ട്, അവർ ദൃക്സാക്ഷിയായിട്ട് അവിടെ ഉണ്ട് ഇല്ലേ? അവരൊരു ചെറിയ മോനില്ലേ? ഈ ചെറിയ മോനോടൊക്കെ ചോദിച്ചാൽ സത്യം പറയില്ലേ? അതിന് അടുത്തൊരാളില്ലേ? അത് കഴിഞ്ഞിട്ട് DYSPക്ക് പരാതി കൊടുക്കാൻ പോകുമെന്ന് പറയുന്നു. DYSP പരാതി കൊടുക്കുമ്പോൾ DYSPൻ്റെ പരാതി ഉണ്ടാവില്ല അവിടെ. അതിനുശേഷം SP-ക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു, SP-ക്ക് പരാതി ഉണ്ടാവില്ല അവിടെ. ഇവർ രണ്ടുപേരും സമയത്ത് ഒന്നിച്ചുണ്ടോ എന്നുള്ളത് കോൾ രജിസ്റ്റർ ചെക്ക് ചെയ്തുകൂടെ? SP-യും ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന കോൾ രജിസ്റ്റർ ചെയ്തുകൂടെ? ഇവർ പറഞ്ഞ സ്ഥലത്ത് ഈ സമയത്ത് ഈ പറഞ്ഞ സ്ത്രീനെ ഫോൺ വിളിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവില്ലേ? ഈ പറഞ്ഞ ബസ്സിൽ ആ സമയത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവില്ലേ? ഈ പറഞ്ഞ ഓട്ടോറിക്ഷക്കാരൻ കൂട്ടിക്കൊണ്ട് പോകുന്നോ എന്ന് മനസ്സിലാവില്ലേ? ഇതൊന്നും പരിശോധിക്കാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് വിളിച്ചു പറയുകയാണ്, എന്ത് ഇങ്ങനെ ഒരു സംഭവമില്ല, ഇതൊരു വ്യാജ വാർത്തയാണ്. ഇങ്ങനെയാണ് ഈ കേരളത്തിൽ ഏത് വാർത്തയാണ് നമുക്ക് പുറത്തുവിടാൻ പറ്റുക? ഏത് വാർത്ത പുറത്തുവിടാൻ പറ്റും? ഈ പറയാൻ ധൈര്യമില്ലാത്തവർ ഇപ്പോൾ പറയാൻ വരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ അൻവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് ധൈര്യം വന്നത് പറയാൻ. ആ സ്ത്രീ പറയുന്നുണ്ടല്ലോ, എനിക്ക് അൻവറെ കാണണം, എനിക്ക് MLA-നെ കാണണം എന്ന് പറയുന്നത് എന്തിനാണ്? കാരണം അവിടുന്ന് ഒരു സപ്പോർട്ടെങ്കിലും വേണമെന്നുള്ളത് കൊണ്ടാണ്. നമ്മളെന്താണ് സ്മൃതി MLA-നെ കണ്ടോട്ടെ എന്ന് വെച്ചെന്താണ്? ഈ ആരോപണം നമുക്ക് നേരെ വരുമെന്നുള്ള ഉത്തരവാദിത്ത ബോധ്യം നമുക്കുണ്ട്. കാരണം അതുകൊണ്ടാണ് ഈ പറയുന്ന DYSP-യായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്നും ചർച്ച ചെയ്യാതെ ഒരു പ്രശ്നമില്ലാതെ പോകുന്ന സമയത്തൊന്നും എനിക്കൊരു പ്രശ്നം വരുന്നതായിട്ട് തിരിച്ച് നമ്മൾ എടുത്തു വെക്കുന്നതാണോ? ഒരിക്കലും അല്ലല്ലോ. ഈ പറയുന്ന ഇഷ്യൂസുകളെ കറക്റ്റായി അനലൈസ് ചെയ്യാതെ എന്തൊക്കെയോ ഇരുന്ന് പറയുകയാണ് ആൾക്കാർ. ഇതിൻ്റെ ലെവലിലേക്ക് ജനങ്ങളെയാണല്ലോ നമ്മൾ തിരിച്ചുവിടുന്നത്. ഇന്നത്തെ സംഭവം എന്താണ്? ഇന്ന് മാധ്യമങ്ങളിൽ ചെയ്ത വേറൊരു കാര്യം അറിയാമോ നിങ്ങൾക്ക്? പ്രതികളുടെ ബൈറ്റ് വരികയാണ്. ആരോപണ വിധേയരുടെ ബൈറ്റാണ് വരുന്നത്. ഞാനിങ്ങനെ ചെയ്തില്ല. കേരളത്തിൽ ഏതെങ്കിലും ആരോപണ വിധേയം വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്? ഒരു ആരോപണ വിധേയം എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാനിതാ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയുമോ? പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറയും. അദ്ദേഹത്തിന് പറയാവുന്ന മുഴുവൻ പറയില്ലേ? പ്രസാദ് TV പ്രസാദ് കുത്തി ചോദിക്കുന്നുണ്ട്. ആരോട്? ഈ പറഞ്ഞ CI-നോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇവർക്ക് വ്യാജ പരാതി അല്ല, നിങ്ങൾക്ക് ഇതിലെ ഇങ്ങനെ ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പരാതി നിങ്ങൾ പരാതി കിട്ടിയിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് പ്രസാദിൻ്റെ ബൈറ്റ് കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടക്കുകയാണ്. പത്രസമ്മേളനത്തിൻ്റെ ഭാഗത്ത് വേറൊരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭൂമി തർക്കവുമായിട്ട് ബന്ധം കിട്ടിയിട്ടില്ലേ? അതൊരു സിവിൽ കേസാണ്. അത് ഞാൻ ഈ സിവിൽ കേസിനെ കുറിച്ചാണ് പറയുന്നത്. RDO-നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇദ്ദേഹം അങ്ങ് പോയി. അതിന് മറുപടിയില്ല. അപ്പോഴത്തെ ഈ പത്രസമ്മേളനം തീർന്നു, അതങ്ങ് പോയി. അപ്പോൾ സൈഡിൽ നിന്ന് അടുത്ത പത്രപ്രവർത്തനം വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. മാധ്യമ സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്ന് നോക്കുകയാണ്. അതേത് അജണ്ടയാ? അങ്ങനെ ഒരു അജണ്ട പറ്റില്ലല്ലോ. അപ്പോൾ റിപ്പോർട്ടർ TV-യെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കോക്കസ് കച്ചവടം ഇല്ല. ഒരു വാർത്ത നമുക്ക് കിട്ടുന്നു, എല്ലാ മാധ്യമങ്ങൾക്കും അയച്ചു കൊടുക്കുന്നു, നമുക്ക് ഒന്നിച്ചൊരു വണ്ടിയുടെ പുറകെ പോയി ആ വാർത്ത ബൈറ്റ് എടുത്ത് അത് ടെലികാസ്റ്റ് ചെയ്ത് അതിലുണ്ടാകുന്ന അജണ്ടകളെല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു എക്സ്ക്ലൂസീവിറ്റി, ഞങ്ങളത് ടെലികാസ്റ്റ് ചെയ്യുള്ളൂ.
ഞങ്ങൾക്ക് ആ എക്സ്ക്ലൂസീവ് കൊണ്ട് മാധ്യമങ്ങൾക്ക് കാഴ്ചവെച്ച് ഞങ്ങളുടെ വാർത്ത വലുതായി എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ഒന്നാമതാക്കിക്കൊണ്ടെന്നൊന്നും ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വാർത്ത നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ സത്യസന്ധവും വിശ്വാസയോഗ്യമായ രീതിയിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് മുഴിക്കും. ഇനി ഗവൺമെൻറ് തീരുമാനിച്ചോട്ടപ്പോൾ കേസ് എടുത്തില്ലെങ്കിൽ നമുക്കെന്താ, എടുത്താൽ നമുക്കെന്താ, ഇവരെ ശിക്ഷിച്ചാൽ നമുക്കെന്താ, ശിക്ഷിച്ചില്ലെങ്കിൽ നമുക്കെന്താ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, ഒരു വാർത്തയ്ക്ക് പുറകെ നിന്നാൽ അതിൻ്റെ ഏതറ്റം വരെയും പോകുമെന്നുള്ള നിലപാട് നമ്മൾക്കുണ്ട്. അത് ഏതറ്റം വരെ നമ്മൾ പോകും. ഇനി ഇവർക്കെതിരെ ഇവർ വ്യാജ പരാതിയാണോ കൊടുത്തേ, അവരെ ശിക്ഷ അതും ആദ്യം ടെലികാസ്റ്റ് ചെയ്ത് റിപ്പോർട്ടർ ടി വി ആയിരിക്കും. എന്താ അതിന് സംശയമുള്ളത്? ഒരു സംശയം ഇക്കാര്യത്തിലില്ല. റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ SP എന്നുള്ളതല്ല, DVSP എന്നുള്ളതല്ല, CA എന്നുള്ളതല്ല. ഇതെന്താണ്, നമ്മൾ ഈ ശൃംഖല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും പീഡിപ്പിച്ചു എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ടാണ്. എങ്ങനെയാണ് ഇന്നൊരു കൺക്ലൂഷനിൽ ഇവരെത്തുന്നത്? ഇങ്ങനെ ഒരു വ്യാജ പരാതി ഏത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം? ഇവർ പറയുന്ന അന്വേഷണം ഏതാണെന്നറിയോ? SP-ക്കെതിരെയുള്ള പരാതി 2 DVSP അന്വേഷിച്ചു വന്നു. SP-ക്കുള്ള പരാതി 2 DSP അന്വേഷിച്ചു. CA-ക്കെതിരെ പരാതി CA-നോട് ചോദിച്ചു, നീ ഇങ്ങനെ ചെയ്തോ? ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ റെഡിയാണ്. റെഡി, എന്നാൽ ഒരു പണി ചെയ്തോ, എന്നാൽ ഇത് എഴുതിക്കോ. ശരി, ഇതില്ല കേട്ടോ, ഇതാ ഞാൻ പിന്നെ DVSP എഴുതുകയാണ്, CA ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, SP-ക്ക് ശരി, ക്ലോസ്. ഒരു FIR വേണ്ടേ? ഇപ്പം DVSP അന്വേഷിച്ച കേസുണ്ടല്ലോ, ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ഇത് എഴുതിയിട്ട് ഈ പറയുന്ന ഇവരുടെ മൊഴി രേഖപ്പെടുത്തി ഇതിനകത്ത് വെക്കാൻ വേണ്ടി ഒരു ഫയൽ വേണ്ടേ? ആ ഫയൽ നമ്പർ ഏതാ? ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമല്ലോ. ഇങ്ങനെ ഒരു പരാതി വെച്ചാൽ ആ ഫയൽ നമ്പർ ഏതാ? അങ്ങനെ ഒരു ഫയൽ നമ്പർ ഉണ്ടോ? അങ്ങനെ ഒരു ഫയലുണ്ടോ? FIR ഉണ്ടോ? 376 അല്ലേ? നോൺ വെയിലബിൾ ഓഫൻസ് അല്ലേ? ഈ പറഞ്ഞ പോലീസുകാർക്ക് ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി എന്തെങ്കിലും ഉണ്ടോ? സ്ത്രീ പഠന പരാതിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടോ? ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റിക്ക് ഇവർക്ക് FIR ഇട്ടിട്ടുണ്ടോ? FIR ഇട്ടിട്ടില്ല. FIR ഇടാതെ ഇവരെങ്ങനെ അന്വേഷിച്ചതായി പറയുന്നത്? ഇത് തന്നെ വലിയൊരു തെറ്റല്ലേ? ഞാൻ പറഞ്ഞത് പീഡനമല്ല മാറ്റി വെക്കൂ, പീഡിപ്പിച്ചിട്ടില്ല, ഒരു സാധനം ചെയ്തിട്ടില്ല, എല്ലാം ശരി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, ഒരു പരാതി കിട്ടിയിട്ട് FIR ഇല്ലാതെ ഇവരെങ്ങനെ അന്വേഷിച്ചു? അത് തന്നെ ഒരു വലിയ തെറ്റല്ലേ? കേരള പോലീസിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ പാടുമോ? അത് പോലീസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ. ഇങ്ങനെ ഒരു പരാതി DGP-യുടെ അടുത്ത് എത്തിയിട്ടുണ്ടോ? എങ്ങനെയത് SP-ൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു ഇത്രയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, DVSP-ക്കെതിരെ, SI-ക്കെതിരെ ഒന്നും ഇങ്ങനെ ഒരു പരാതി DVSP-യുടെ ADGP-ൻ്റെ അടുത്തും DGP-യുടെ അടുത്ത് എത്തിയിട്ടുണ്ടോ? അതിനൊരു ഫയൽ നമ്പർ ഉണ്ടോ? ഇത് ഇന്നത്തെ പുറത്തു വന്നത് എന്താണ്? DVSP അടിച്ച അന്വേഷണ റിപ്പോർട്ടാണ്. അത് എങ്ങനെ അന്വേഷണ റിപ്പോർട്ട്? അത് ഇവരുണ്ടാക്കുന്ന സാധനം. ഇത് എങ്ങനെ എപ്പോഴെങ്കിലും വന്നുകൂടെ? അപ്പം ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലീസ് സേനയെ അടച്ചാക്ഷേപിക്കുക എന്നുള്ളൊരു നരേറ്റീവിനെ സൃഷ്ടിച്ചിട്ട് ഒരു അസോസിയേഷൻ തന്നെ വന്ന് പറയുകയാണ് ഇത് ഇങ്ങനെ. ഞാൻ പറയുന്നത് ദയവേത് ഈ അസോസിയേഷൻ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. ഇതൊരു വലിയ പ്രശ്നമല്ല. നിങ്ങൾ 1, 2, 3 പേർ ചെയ്യുന്ന പ്രശ്നങ്ങളാണല്ലോ. ആ പ്രശ്നങ്ങളെ നിങ്ങൾ തന്നെ അതിനെ അനലൈസ് ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് പറയല്ലേ വേണ്ടത്. അതാണ് ഇത് ദയവേതിൻ്റെ മേലെ ചെയ്യേണ്ടത്. അല്ലാതെ ഇത് പോലീസ് സേനയ്ക്കെതിരെയുള്ള ഒരു സംവിധാനമേ അല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനമല്ല. നാളെ രാവിലെ നമുക്ക് വേറെ ഒരു പരാതി കിട്ടുന്നെങ്കിൽ നമ്മളത് ടെലികാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാതെ നമുക്ക് വേറെ എന്താണ് ചെയ്യാൻ പറ്റുക? ഈ നീതിക്ക് വേണ്ടി റിപ്പോർട്ടർ TV പോരാടും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. നമ്മൾ അതിൻ്റെ മുന്നിൽ മാത്രമേ നിൽക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഏതറ്റം വരെ പോകണമെങ്കിൽ നമ്മളതിന് വേണ്ടി പോവും. നമുക്കല്ലാതെ ഈ പറഞ്ഞ ഒരു വാർത്തയില്ലാത്തതുകൊണ്ട് ഇന്ന് രാവിലെ ഒരു സാധനം ബ്രേക്ക് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചതല്ല. ഇന്നത്തെ മാധ്യമങ്ങളിൽ സാധാരണ ഇന്ന് അത്തമാണ്. ഇന്ന് തൃപ്പൂണിത്തറ അത്തത്തിലാണ് നമ്മൾ സാധാരണ ഉച്ചവരെ എല്ലാ വർഷങ്ങളും നിന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്ന് ഒരു മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് അത്തത്തിന് മേലെ നിന്നില്ല? ഒരു മാധ്യമങ്ങളും നിന്നായിട്ട് ഞാൻ കണ്ടില്ല. തുടങ്ങിയ മാധ്യമങ്ങൾ തന്നെ തിരിച്ച് ഈ പറഞ്ഞ സംവിധാനത്തിലേക്ക് തിരിച്ചു വന്നു. എന്തിനാണ് വന്നത്? ഇത് വലിയ വാർത്തയാണെന്ന് മനസ്സിലായി. വാർത്ത ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ ഒരു വാർത്ത കിട്ടി. എൻ്റെ കയ്യിൽ ആ വാർത്ത കിട്ടി. ആ വാർത്ത വേറൊരു മാധ്യമ സ്ഥാപനത്തിൽ കിട്ടിയില്ല എന്ന് നോക്കുക. അപ്പം ആ വാർത്ത കിട്ടിയില്ലെങ്കിൽ ആ വാർത്തയുടെ പുറകെ എങ്ങനെയാണ് നമ്മൾ പോവുക? എനിക്ക് വാർത്ത കിട്ടിയില്ല, കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മളങ്ങനെയല്ലേ ചെയ്യുന്നത്? ഇപ്പോൾ വേറൊരു മെയിൻ മാധ്യമം ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു, നമ്മുടെ മുന്നിലെ വാർത്തയില്ല, അത് അവിടുത്തെ ഒരു പത്രപ്രവർത്തകരായിരിക്കും ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക. നമുക്കത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നമ്മളെന്താ ചെയ്യുക? അപ്പോഴത്തേക്കും ഇന്നൊരു മാധ്യമം ചെയ്താൽ അറിയാം നിങ്ങൾക്ക്, നമ്മൾ കൊടുത്ത ബൈറ്റ് അതിൻ്റെ മ്യൂസിക് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ഓഡിയോ മാത്രം എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്ക് തന്നെ അറിയാം, അത് നമ്മുടെ ഓഡിയോ ആണെന്നും അത് അവിടെ കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെയാണെന്നും നമുക്ക് തന്നെ അറിയാം. എന്നിട്ട് അത് കറക്റ്റ് വായിക്കാൻ പറ്റുന്നില്ല. എന്തിനോ അത്ര കഷ്ടപ്പെടുന്നത്? ഇത് ബ്രേക്ക് ചെയ്യട്ടെ ബ്രേക്ക് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമല്ലോ. എന്തിനാ ഇത്ര വെപ്രാളം? റിപ്പോർട്ടർ TV യെ സംബന്ധിച്ചോളം റൈറ്റിംഗ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഞങ്ങൾ 3-ാം സ്ഥാനത്തായിക്കോട്ടെ, 5-ാം സ്ഥാനത്തായിക്കോട്ടെ, ഈ 9-ാം സ്ഥാനത്തായിക്കോട്ടെ, 10 മാധ്യമങ്ങളാണ് ഉള്ളത്, 10-ാം സ്ഥാനത്തായിക്കോട്ടെ, നമുക്ക് റേറ്റിംഗ് എന്നുള്ളതല്ല, ഞങ്ങൾ വാർത്ത മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റേറ്റിംഗ് മതി. ഇന്നിപ്പോൾ ഈ വാർത്ത അങ്ങനെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ഷിരൂരിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്?
ഷിരൂർ ഒരു അർജുന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ തുടങ്ങി രാത്രി 12 മണിയും 1 മണി വരെ ജീവൻ്റെ വില വെക്കുന്നുണ്ട്. നമ്മൾ ജീവൻ്റെ വിലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിന്നത്. വയനാട്ടിൽ പോയിട്ട് നമ്മൾ എന്തിനാ രാത്രിയും പകലും ആ മലയ്ക്ക് മേളിൽ ഈ പറയുന്ന 32-31 യൂണിറ്റ് രാത്രിയും പകലും കിടന്നത് എന്തിനാ? അവിടെയുള്ളത് നമ്മൾ അവിടെ പോയി ചെയ്യേണ്ട കാര്യം ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ വിളിച്ചു പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇത് ആർക്കെങ്കിലും എതിരെയാണ്, ആർക്കെങ്കിലും അജണ്ട സെറ്റ് ചെയ്ത് നമുക്കൊക്കെ അജണ്ടയേ ഇല്ലയെന്ന് ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഇങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല. നിങ്ങൾ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ ഞങ്ങൾ ചെയ്ത വാർത്തയ്ക്കുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം എല്ലാ പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് ഏറ്റെടുക്കാൻ ഈ പൊതുസമൂഹം തയ്യാറായി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടർ ടിവിയുടെ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെ താഴെ കമൻറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്, അതിൻ്റെ വ്യൂവർഷിപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. സ്മൃതി, സുജിയ, ഇക്കാര്യത്തിൽ കാക്കിക്ക് നിയമം വേറെയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് കാക്കിയിട്ട ആളായാലും കാക്കി ഇടാത്ത ആളായാലും ഏത് ജോലി ചെയ്യുന്ന ആളായാലും ഒന്നാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ചില ഏമാന്മാർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് അവർക്കിങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ പൊന്നാനി സ്വദേശിയുടെ പരാതി എന്ന് പറയുന്നത് ബലാത്സംഗത്തിനിരയായി എന്നുള്ളതാണ്. അതൊരു ആരോപണമല്ല. ആരോപണം എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും ആദ്യഘട്ടത്തിൽ ട്രീറ്റ് ചെയ്ത് കണ്ടത്. നമ്മൾ ഈ അഭിമുഖം സംപ്രേഷണം ചെയ്യുമ്പോൾ തന്നെ അവരുടെ പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, DGPയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ 8:30 തന്നെ അവർ ആ പരാതി അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിക്കഴിഞ്ഞാൽ അതൊരു പരാതിയാണ്. ബലാത്സംഗത്തിന്മേൽ ഒരു യുവതി താൻ ബലാത്സംഗത്തിനിരയായി, അത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാൽ ഇരയായി എന്ന് ആ സ്ത്രീ നൽകിയ പരാതി, അത് നമ്മുടെ സംസ്ഥാനത്ത് നിയമം നടപ്പാക്കേണ്ട ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനായ DGPയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിന്റെ തലവനായ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. എന്നിട്ടും ആ പരാതിയിന്മേൽ ആദ്യം ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുവരെ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറിച്ചാണെങ്കിൽ അവർ പറയട്ടെ. എന്തായാലും അങ്ങനെയൊരു നീക്കം തുടങ്ങിയതായി അല്ലെങ്കിൽ ഈ പരാതിക്കാരിയെ ബന്ധപ്പെട്ടതായുള്ള വിവരങ്ങളൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ നിമിഷം വരെയുള്ള കാര്യം വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ നോക്കൂ, ബലാത്സംഗം, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ഇതൊക്കെ അതീവ ഗുരുതര കുറ്റകൃത്യങ്ങളാണ്. ഇതേക്കുറിച്ചൊക്കെ അറിവ് ലഭിച്ചാലുടൻ FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ സംഭവിക്കേണ്ടത്. ഇവിടെ പൊന്നാനി CIയുടെ അടുത്തേക്ക് ഇവർ പരാതി നൽകാൻ പോയത് അവരുടെ വ്യക്തിപരമായ ഒരു കാര്യത്തിലാണ്. സ്വത്ത് തർക്കം, അതൊരു സിവിൽ കേസാണ്. അതിൽ അവർ പരാതി നൽകാൻ പോവുകയാണ്. പരാതി നൽകാൻ പോകുന്നയാളെ, അധികാര സ്ഥാനത്തിരിക്കുന്നയാൾ തൻ്റെ അധികാരം ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് അവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ അവർ അത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് തന്ന അഭിമുഖത്തിൽ അവർ കൃത്യമായി അത് പറയുന്നുമുണ്ട്. രണ്ടിടത്തും ഒരേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല. അതാണ് ഇതിൽ എടുത്തു കാണേണ്ട കാര്യം. മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പരാതി ഒന്ന്, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതൊന്ന്, രഹസ്യമൊഴി മറ്റൊന്ന്, അങ്ങനെയൊക്കെ പല കേസുകളിൽ നമ്മൾ കണ്ടു. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ കൊടുത്തിട്ടുള്ള 2 കാര്യങ്ങളും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അവർ നുണ പറയുന്നത് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചത്, അവരിങ്ങനെ ഒരു പരാതി നൽകി കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സ്ത്രീയാണ്, ആ വാദങ്ങളൊന്നും ഇവിടെ നിൽക്കില്ല. കാരണം അവരിവിടെ പറയുന്നത് ഞാൻ ബലാത്സംഗത്തിനിരയായി എന്നൊരു സ്ത്രീ പോയി പറയുകയാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംവിധാനത്തിന് മുന്നിൽ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗുരുതര കുറ്റകൃത്യം എന്നുള്ള ഇൻഫർമേഷൻ, ഫസ്റ്റ് ഇൻഫർമേഷൻ്റെ ബേസിൽ തന്നെ അവിടെ FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിവിടെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ലളിതകുമാരി കേസിലെ സുപ്രീം കോടതി വിധിയെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു ഉദ്യോഗസ്ഥൻ പോലും നമ്മുടെ നാട്ടിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോഴാണ് DGP അടക്കമുള്ള ആളുകളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു പരാതി എത്തുന്നത്. എന്നിട്ടും അതിൽ എന്തുകൊണ്ടാണ് ഒരു മെല്ലെപ്പോക്ക് എന്ന് തോന്നുമ്പോഴാണ് അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് തോന്നുന്നത്. ഈ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആ കേസിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതീവ ഗുരുതര കുറ്റകൃത്യമാണെങ്കിൽ അറിവ് ലഭിച്ചാൽ FIR രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അത് എവിടെയൊക്കെ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി മാത്രമല്ലല്ലോ, ഈ പൊന്നാനി CIയിൽ നിന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് അവർ DYSPയുടെ അടുത്താണ് ആദ്യത്തെ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ DYSP എന്താണ് അവിടെ ചെയ്തത് എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. DYSPയുടെ മുന്നിലേക്ക് CI പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുമായി പോകുമ്പോൾ അത് എത്ര ലാഘവത്തോടെയാണ് ട്രീറ്റ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ ആ സ്ത്രീ പറയുന്നുണ്ട്. എന്നെ ഞെട്ടിപ്പിച്ചത് ആ ഭാഗമാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരായി ഞാനും കരുതിയിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായി എന്നൊരു സ്ത്രീ പറയുമ്പോൾ അത് അവർ നേരിട്ട CI വീട്ടിൽ വന്നാണ് അവരെ പീഡിപ്പിച്ചത്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കേസ് കൊടുക്കാൻ പോയപ്പോൾ ആ പരാതി അന്വേഷിക്കുന്നതിനായി വീട്ടിലേക്ക് വന്ന് വീട്ടിൽ കുഞ്ഞുള്ള ഒരു സ്ത്രീ, വീട്ടമ്മയായ ഒരു സ്ത്രീ, അവരൊരു മോശം സ്ത്രീയാണ് എന്നൊക്കെയുള്ളത് ഇപ്പോൾ പറഞ്ഞു വരുത്തുന്നതാകാം, എനിക്കതേക്കുറിച്ച് അറിയില്ല. എന്തായാലും അവരവരുടെ വീട്ടിലായിരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ കയറി പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി അവർ പറയുന്നു. ആ പരാതിയെക്കുറിച്ച് ആദ്യത്തെ ഇൻഫർമേഷൻ കിട്ടിയ തിരൂർ DYSP എന്താണ് ചെയ്തത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അദ്ദേഹം അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആയിക്കോട്ടെ, പക്ഷേ ഈ
പരാതി ആ ഗിവൺ മൊമെന്റിൽ അവർ എന്താണ് ചെയ്തത്, അയാൾ ആ ഗിവൺ മൊമെന്റിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ ജഡ്ജ് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ജഡ്ജ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. തന്റെ മുന്നിൽ വരുന്ന ഒരു പരാതി, ആ പരാതിയിന്മേൽ ആക്ട് ചെയ്തത് എങ്ങനെയാണ്? ആ സ്ത്രീയോട് മോശമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടാണ്. തേഞ്ഞു പോകില്ലല്ലോ എന്നാണ് പറഞ്ഞതായി അവർ ആ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒരു സ്ത്രീയോട് പറയുന്ന ഒരു സെക്ഷൽ ഓവർടോണോട് കൂടിയുള്ള ഒരു സംഭാഷണം ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ, പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പിയുടെ ഓഫീസിൽ വെച്ച് തന്നെ നടന്നിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇവരുടെ വീട്ടിലേക്ക് വരികയും ഈ CIക്കെതിരായ പരാതി പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടന്നുവെന്നാണ് ഈ പരാതിക്കാരി പറയുന്നത്, ഈ വീട്ടമ്മ പറയുന്നത്. അപ്പോൾ ഇതിൽ കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിച്ചിട്ടുണ്ട്, അതിന്റെ അന്വേഷണ റിപ്പോർട്ടുണ്ട്. പരാതിക്കാരി ആദ്യം കൊടുത്ത മൊഴിയിൽ ഈ പീഡനത്തെക്കുറിച്ചല്ല പറയുന്നത്, വീട്ടിൽ വന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നാണ് പറയുന്നത് എന്നൊക്കെ വാദിക്കുമ്പോഴും ഇവരോട് പെരുമാറിയത് എങ്ങനെയാണ് എന്ന് അവർ പറയുന്ന ഭാഗം അവിടെ റെലവൻ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രിലിമിനറി എൻക്വയറി നടത്തേണ്ടത് എപ്പോഴാണ്? ഇങ്ങനെ ഒരു പരാതിയുമായി ഒരു സ്ത്രീ വരുമ്പോൾ ആ പരാതിയിൽ സംശയമുണ്ടെങ്കിലാണ് പ്രിലിമിനറി എൻക്വയറിയിലേക്ക് പോകേണ്ടത്. ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ 3 പേരും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് സംശയമുണ്ടായി, അതുകൊണ്ട് പ്രിലിമിനറി എൻക്വയറിയിലേക്ക് പോയി എന്നാണ്. പക്ഷേ ആ പ്രിലിമിനറി എൻക്വയറിയിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് എന്താണ്? വീട്ടിൽ വന്നിരുന്നു എന്നുള്ളതടക്കമുള്ള മൊഴികൾ ഈ സ്ത്രീ കൊടുത്തല്ലോ, അതിന്റെ പേരിൽ അപ്പോൾ FIR എടുക്കേണ്ടേ? ആ FIR അവിടെ രജിസ്റ്റർ ചെയ്തോ എന്ന ചോദ്യം രണ്ടാമത്തെ കാര്യമായി അവിടെ നിൽക്കുകയാണ്. പണം തട്ടാൻ പലരിൽ നിന്നും പരാതികൾ കൊടുത്തതിന് ശേഷം ഈ കോംപ്രമൈസ് ഡീലിലേക്ക് പോകുന്ന ഒരാളാണ് ഈ സ്ത്രീ എന്നുള്ളതാണ് മൂന്നാമത്തെ വാദം. അങ്ങനെ കോംപ്രമൈസ് നടത്തുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തൊഴിൽ നടത്തുന്ന സ്ത്രീ ആയിക്കോട്ടെ, ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീ ആയിക്കോട്ടെ, ആരായാലും ആ സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതൊരു ബലാത്സംഗം എന്ന് പറയുന്ന ക്രൈം അവിടെ കമ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതി. അതിൽ FIR ഇട്ട് അന്വേഷിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിന്മേൽ നടപടിയെടുക്കാം. അതിലേക്ക് പോകുന്നതിന് പകരം പാരലായുള്ള ഒരു അന്വേഷണം, സമാന്തരമായ ഒരു അന്വേഷണം നടത്തുകയും അതിന്മേൽ കുറ്റവിമുക്തനാണെന്ന് ആ സേനയിലെ തന്നെ ആളുകൾ തന്നെ ചേർന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് സംഭവിക്കുക? ഈ ഒരു ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വന്ന ആരോപണങ്ങളിൽ മുകേഷ് MLA കിട്ടാതെ പോയത്? അങ്ങനെയാണെങ്കിൽ മുകേഷ് MLA അത്തരക്കാരല്ല, മുകേഷ് MLA നല്ലവനാണ്, മുകേഷ് MLA ഇങ്ങനെയൊന്നും ചെയ്യില്ല, വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം ന്യായവാദങ്ങൾ ചുറ്റും നിരന്നിരുന്നു. അവിടെ FIR ഇട്ടല്ലോ, അവിടെ കൃത്യമായി ചാർജ് ചെയ്തല്ലോ, ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയല്ലോ. മുകേഷ് MLAക്ക് ഒരു നീതിയും പോലീസ് ഉദ്യോഗസ്ഥന് മറ്റൊരു നീതിയും, അതെങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ നടക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മുകേഷ് 2021 MLA ആണ്, ഇങ്ങോട്ട് അദ്ദേഹം MLA ആയിരിക്കുന്ന വേളയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. 2022 നടന്ന മറ്റൊരു ക്രൈം, രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമുള്ള മറ്റൊരു ക്രൈം, ആ ക്രൈം 2 വർഷത്തിന് ശേഷമാണ് പരാതിക്കാരി പോയി വെളിപ്പെടുത്തുന്നത്. മറ്റേ പരാതി എന്ന് പറഞ്ഞാൽ 15 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. 2009 സംഭവത്തിന്മേലാണ് മുകേഷ് MLAക്ക് നേരെ ഇപ്പോൾ പരാതിക്കാരിയുടെ മൊഴിയുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നത്. നോക്കൂ, ഇതിലെ വൈരുദ്ധ്യം എന്തുകൊണ്ട് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. ഈ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, മുകേഷ് MLAക്ക് പോലും ഇല്ലാത്ത ഒരു പ്രിവിലേജ്. അതായത് ഒരു MLA ആയതുകൊണ്ട് പ്രിവിലേജ് കൊടുക്കണമെന്നല്ല, നീതിന്യായ വ്യവസ്ഥയുടെ കീഴിൽ എല്ലാവരും സമന്മാരാണ്. പക്ഷേ ആ MLA പോലും കേസെടുത്ത് കൃത്യമായി മുൻകൂർ ജാമ്യത്തിലേക്ക് നീക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പോലീസ് സേനയിലെ ഈ 3 പേർക്ക് മാത്രം അവരുടേതായ സമാന്തരമായ ഒരു അന്വേഷണ സംവിധാനത്തിലേക്ക് പോകാൻ കഴിയുക? പാർട്ടി കോടതി എന്നൊക്കെ പറയുന്നത് പോലെ പോലീസ് കോടതി എന്നൊരു സംവിധാനം ഇവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹം ചോദിക്കേണ്ടതാണ്. ഏത് വ്യക്തിക്കാണ് ഇങ്ങനെയൊരു സുരക്ഷാ സംവിധാനം കിട്ടുക? അപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേനയെ മുഴുവൻ കളങ്കപ്പെടുത്താനാണ് എന്നുള്ള ഒരു യുക്തിയിലേക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക? സേനയെ മാത്രം കുറ്റം പറയുന്നതിനോ അല്ലെങ്കിൽ സേനയിലുള്ള എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുന്നതിനോ ഒന്നും ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഈ 3 പേർക്കെതിരെ ഈ സ്ത്രീയുടെ പരാതി വന്നിരിക്കുകയാണ്. ഏത് സ്ഥലത്തുള്ള ആളായാലും ഏത് തൊഴിൽ ചെയ്യുന്ന ആളായാലും അയാൾക്ക് നേരെ ഒരു ക്രൈം ചെയ്തു എന്ന പരാതി വരുമ്പോൾ ആ പരാതി പരിശോധിക്കപ്പെടണം, ആ പരാതിയിൽ അന്വേഷണം നടക്കണം. അതിനാണ് നമുക്ക് ഈ നാട്ടിൽ നിയമവും കോടതിയും എല്ലാം ഉള്ളത്. അപ്പോൾ ആ വഴിക്ക് പോകേണ്ടതില്ല. സമാന്തരമായി ഞങ്ങൾ അന്വേഷിച്ചു, ഞങ്ങൾ കണ്ടെത്തി, ഞങ്ങൾ ക്ലോസ് ചെയ്തു. അതാണ് ആ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പരാതി അടിസ്ഥാനരഹിതമെന്നാണ് ഡിവൈഎസ്പി VV ബെന്നി പറയുന്നത്. പൊന്നാനിയിൽ CA ആയിരുന്ന വിനോദ് പറയുന്നത് ഈ ഡിവൈഎസ്പി VV ബെന്നിയും SP സുജിത് ദാസും സ്പെഷ്യൽ ബ്രാഞ്ച് SPയും ഒക്കെ പലതവണ അന്വേഷണം നടത്തി. സംഭവം നടന്നെന്ന് പറയുന്ന ദിവസം ഞാൻ ആ ലൊക്കേഷനിലേ ഉണ്ടായിരുന്നില്ല. ലൊക്കേഷനിൽ ഇല്ലാത്തയാൾ എങ്ങനെയാണ് ഈ വീട്ടിൽ കയറിപ്പോയി എന്നൊരു ദൃക്സാക്ഷി കാണുന്നത്, ഈ സ്ത്രീയുടെ മകൻ കാണുന്നത്? അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? കാരണം 2 രീതിയിലുള്ള കോൺട്രഡിക്ടറി ആയുള്ള 2 സ്റ്റേറ്റ്മെന്റ്സ് 2 ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിന്റെ സത്യം കണ്ടെത്താൻ അന്വേഷണം നടക്കണം. ആ അന്വേഷണം ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വൈരുദ്ധ്യം. അതായത് പരാതിക്കാരി പറയുന്ന കാര്യത്തിൽ പരാതിക്കാരിയുടെ മാത്രം വാക്കുകളല്ല, ഈ പരാതിക്കാരിയുടെ വീട്ടിലേക്ക് ഈ CI വരുമ്പോൾ വാതിൽ തുറന്നു കൊടുത്ത സ്ത്രീ ഇന്നും നമ്മളോട് വെളിപ്പെടുത്തിയത് എന്താണ്? ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു, എവിടെ വേണമെങ്കിലും മൊഴി നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിറ്റ്നസ് അവിടെയുണ്ട്. അങ്ങനെ ഒരു വിറ്റ്നസ് അവിടെ നിൽക്കുമ്പോൾ ആ വിറ്റ്നസിന്റെ മൊഴിയെടുത്ത് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നതിന്, അല്ലെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷൻ ഒക്കെ അടക്കം പരിശോധിച്ചത് ഏത് കേസിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേസ് രജിസ്റ്റർ ചെയ്യാതെ പ്രിലിമിനറി എൻക്വയറിയുടെ ഭാഗമായി പരിശോധിച്ചതാണോ എന്നും അറിയില്ല. അത്
പറയേണ്ടത് പോലീസ് സംവിധാനമാണ്. ഇനി ഈ സിവിലും ക്രിമിനലുമായ അപകീർത്തി കേസുമായി ഞാൻ മുന്നോട്ട് പോകും, എന്നെ മാനം കെടുത്തി, കുടുംബമുള്ളതാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ആരോപണ വിധേയരായ എല്ലാവർക്കും, ഇടവേള ബാബുവിനും എം മുകേഷിനും എല്ലാവർക്കും കുടുംബമുള്ളതാണെന്നേ, എല്ലാവർക്കും വീട്ടുകാരുള്ളതാണ്. ഓരോ കേസിൽ അകപ്പെടുന്ന ഓരോ വ്യക്തിക്കും കുടുംബവും വീട്ടുകാരും എല്ലാം ഉള്ള ആളുകളാണ്. അപ്പോൾ അതൊക്കെ അഫക്റ്റഡ് ആവുന്നുണ്ട്. പോലീസുകാർക്ക് മാത്രം അല്ലെങ്കിൽ ഈ കുറ്റാരോപിതർ എന്ന് പറയാൻ കഴിയില്ല, കുറ്റം ചാർജ് ചെയ്തിട്ടില്ല, ആരോപണ വിധേയരായി നിൽക്കുന്ന ഈ 3 വ്യക്തികൾക്ക് മാത്രം അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കണം, അങ്ങനെ വേണം ഡീൽ ചെയ്യാൻ എന്ന് പറയുന്നതിനകത്ത് ഒരു യുക്തിക്കുറവുണ്ട്. അവർ കുറ്റാരോപിതർ എന്നല്ല, അവർ ആരോപണ വിധേയരായി നിൽക്കുന്ന 3 പേരാണ്. ആരോപണ വിധേയർക്ക് മേലുള്ള ആ ആരോപണം ഒരു പരാതിയുടെ രൂപത്തിൽ നിൽക്കുമ്പോൾ ആ പരാതിയിന്മേൽ അന്വേഷണം നടന്നു വേണം അവരെ കുറ്റവിമുക്തരാക്കാൻ. അന്വേഷണം നടക്കാതെ പോലീസിനകത്തെ സംവിധാനം വഴി അവർ കുറ്റം ചെയ്തിട്ടില്ല, ഈ പരാതിക്കാരിയാണ് മോശം എന്ന് പറയാൻ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പേരുള്ള വ്യക്തിക്ക് കഴിയുന്നയിടത്ത് അവരെങ്ങനെയാണ് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക? കാരണം അവർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തേണ്ട അതേ സിസ്റ്റത്തിനുള്ളിൽ തന്നെയുള്ള ഒരാൾക്ക് വന്ന് വാർത്താസമ്മേളനം നടത്താൻ പറ്റുകയാണ്, വന്ന് ഈ സ്ത്രീയെക്കുറിച്ച് മോശമായി പറയാൻ പറ്റുകയാണ്. എം മുകേഷ് MLA-ക്ക് വന്നിട്ട് ആ പരാതിക്കാരിയെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇടവേള ബാബുവിന് വന്ന് പറയാൻ കഴിയുമോ പരാതിക്കാരിയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല? അപ്പോട്ടെ സിദ്ദിഖിന് പറയാൻ കഴിയുമോ? അവരാരെങ്കിലും അതിന് ശ്രമിച്ചോ? പക്ഷേ ഇവിടെ ഈ പോലീസുകാരൻ അതിന് പറ്റുകയാണ് കൃത്യമായി. അതായത് ഓരോ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ അനുമതിയൊക്കെ വാങ്ങിയാണ് വാർത്താസമ്മേളനം നടത്തേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് CI വന്ന് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് എന്താണ്? ഹണി ട്രാപ്പുകാരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ പാസ്റ്റ് എന്താണ്, അവരെന്താണ് ചെയ്തിരുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്നേ അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടപ്പോൾ റിപ്പോർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കേസ് എടുക്കാം. ഇങ്ങനെ തട്ടിപ്പുകാരിയാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയുടെ കേസൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു തട്ടിപ്പുകാരിയാണെന്നൊക്കെ അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് ഇൻഫോം ചെയ്തില്ല? ലോ എൻഫോഴ്സ് ചെയ്യേണ്ട, നിയമം നടപ്പാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് മറച്ചു വെച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇവരെ രക്ഷിക്കാനായിരുന്നു. എന്താണ് ഇതിന് പിന്നിലെ കള്ളക്കളി എന്നുള്ളത് അറിഞ്ഞേ പറ്റുകയുള്ളൂ. അതിനൊരു അന്വേഷണം നടക്കണം. ഇപ്പോൾ അവരൊരു പരാതി തന്നിട്ടുണ്ടല്ലോ, ആ പരാതിയിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ ആ പരാതിയിൽ അന്വേഷണം നടത്തുകയാണ് വേണ്ടത്. അല്ലാതെ അവർ നേരത്തെ സെറ്റിൽ ചെയ്തിട്ടുള്ള ആളാണ്, അവർ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരിയെ ഇകഴ്ത്തുകയല്ല. നിയമ സംവിധാനത്തിന് മുന്നിൽ അന്വേഷണം നടക്കട്ടെ, ആരാണ് തെറ്റുകാരെന്നുള്ളത് ബോധ്യപ്പെടുത്തട്ടെ. ഞാനിവിടെ ഒരു സൈഡും പിടിക്കുന്നില്ല. ഇവിടെ ഈ ആരോപണ വിധേയരായി നിൽക്കുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം. അല്ല, അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ അവർ ആ ഒരു കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ അവർക്കെതിരെ ഒരു അലിഗേഷൻ വന്നിരിക്കുകയാണ്, അതൊരു ബലാത്സംഗ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൃത്യമായ പരിശോധനയും അന്വേഷണവും നടക്കണം എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്താൻ ആ സ്ത്രീക്ക്, അതായത് ആ സ്ത്രീയും ഇവരും തമ്മിലുള്ള ഈ സുജിത്ദാസിനെയൊക്കെ നന്നായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതായത് ഫോണിൽ സംസാരിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ബന്ധമുണ്ടായിരുന്നു ആ ഒരു രീതിയിൽ. അപ്പോൾ അത് വെച്ചുകൊണ്ട് അവർക്ക് നേരെ ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നേരിട്ടത് അതിക്രമമാണ് എന്ന് അവർ തിരിച്ചറിയുമ്പോൾ അവരതിൽ പരാതി നൽകും. ആ പരാതി നൽകുമ്പോൾ ഇവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല. ഇതിൽ അന്വേഷണം നടക്കുകയാണ് വേണ്ടത്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാക്കാർക്കെതിരെ എടുക്കാം, ഈ സോളാർ സംഭവത്തിൻ്റെ സമയത്ത് രാഷ്ട്രീയക്കാർക്കെതിരെ എടുക്കാം. പക്ഷേ പോലീസുകാർക്കെതിരെ പറ്റില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം സോളാറിലെ പരാതിക്കാരി, സോളാർ പീഡന കേസിലെ പരാതിക്കാരി വന്നപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ അവർക്കും കുടുംബമുള്ളതാണല്ലോ, അവരും ഈ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോയതാണല്ലോ. അവരും എത്രയോ വർഷമെടുത്തു ഈ കേസിന്മേലൊക്കെ അവർക്ക് ക്ലീൻ ചിറ്റ് കിട്ടുന്നതിന്, എത്രയോ വർഷമെടുത്തു. CBI വന്നു, എത്ര സമയമെടുത്തു. അത്രയും കാലം അവരുടെ കുടുംബവും കുട്ടികളും ഒക്കെ ഈ ഒരു ഇതിന് ആ ഒരു കൃത്യമായ ആ ഒരു ഫ്രെയിമിങ്ങിന് അടിയിലാണ് അവർ കടന്നുപോയത്. അപ്പോൾ പോലീസുകാർക്ക് മാത്രം അത് പറ്റില്ല, പോലീസിനെതിരെ പരാതി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ വെവ്വേറെ നിയമമില്ല. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഓരോ പൗരനും കൃത്യമായി സുരക്ഷ ഉറപ്പാക്കുന്നതാണ്. ആ സുരക്ഷ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അതിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് കാക്കിക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്. ആ നിയമം അനുശാസിക്കുന്ന സുരക്ഷിതത്വം അവർക്ക് കിട്ടുകയുമാണ്. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും നാണം കെട്ട അവസ്ഥ എന്നുള്ളത്, ഒരു MLA പോലീസുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കാൻ ഒരു വാട്സപ്പ് സെല്ല് തുടങ്ങുകയാണ്. അവിടേക്ക് പരാതികൾ, എല്ലാവർക്കും പോലീസുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാമെന്ന് പറയുന്നു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് നാണക്കെട്ട അവസ്ഥയാണ്. ഇവിടെ പോലീസ് സംവിധാനം പ്രവർത്തിക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു സമാന്തര പോലീസായി PV അൻവർ MLA പ്രവർത്തിക്കുമെന്ന് പറയുന്നത്. അല്ല, അൻവറിനെ സംബന്ധിച്ചിടത്തോളം, PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പരാതികൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടപ്പാ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അദ്ദേഹത്തിന് മുൻപിൽ അദ്ദേഹം ഇന്ന് പറഞ്ഞത് നിരവധി പരാതികളാണ് രാവിലെ വീട്ടിലേക്ക് കയറി വരുന്നത്. പോലീസിന് പരാതി കൊടുക്കുക എത്ര പേർക്ക് ധൈര്യം കിട്ടും സ്മൃതി? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവർ ആർക്കാ പരാതി കൊടുക്കുന്നത്? SP-ക്കെതിരെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരെ കൊണ്ടിൽ പറ്റുമോ? ഇവർ തന്നെ ഇത്രയെങ്കിലും ചെയ്തത് വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്ന അവരോട് ചോദിച്ചു. ഇന്നലെ നമ്മൾ ബൈറ്റ് എടുക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പത്രസമ്മേളനം നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ പത്രക്കാരെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുക്കുന്നത്?
ഞങ്ങൾക്കിത് പുറത്ത് വരണം. നിങ്ങൾ ഈ പുറത്ത് അങ്ങനെയും കൂടെ ഞങ്ങൾ പിന്നെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടാണോ ഇത് പുറത്ത് ആ ഏരിയയിൽ കൂടെ നമ്മൾ റിപ്പോർട്ടറിൻ്റെ സ്റ്റിക്കർ ഓടിച്ച വാഹനം പോകുമ്പോൾ നാട്ടുകാർ പറയുകയാണ് നിങ്ങൾ ഈ സ്റ്റിക്കർ ഓടിച്ച വാഹനം കൊണ്ട് വരല്ലേ. കാരണം ഈ സ്ത്രീയാണെന്ന് അവർക്ക് മനസ്സിലാവും. നാട്ടുകാർ വരെ ഈ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. ഇത് അറിയരുത്, ജനങ്ങൾ അറിയരുത് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അൻവറിനെ സംബന്ധിച്ചോളം നിരവധി പരാതികൾ അൻവർ വരികയാണ്. അപ്പോൾ അൻവർ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു തോന്നിയ ഐഡിയ ആയിരിക്കാം, ഒരു നമ്പർ കൊടുക്കുകയാണ്, ഇതിൽ പരാതികൾ വരട്ടെ. ഇത് അൻവർ വിചാരിക്കുന്നത് ഇതിനൊരു അന്വേഷണ ഏജൻസിയിൽ വെച്ചിട്ടല്ലോ ഇവർക്കിത് ഹാൻഡ് ഓവർ ചെയ്യാം എന്നുള്ളത് സദുദ്ദേശപരമായിരിക്കാം. പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞ സംവിധാനത്തിന് വരുന്ന ഒരു പുഴുക്കുത്തിനെ അൻവറെങ്കിലും തുറന്നു കാണിക്കാൻ പറ്റിയത് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ പോവും. ഇത്ര വർഷങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം നേരിട്ടുണ്ടോ കേരള പോലീസ്? ഇതുവരെ നേരിട്ടിട്ടില്ലല്ലോ. കാരണം എന്താണ്? ഇത് നന്നാവട്ടെ, ഇത് അങ്ങനെ ഒരു പോസിറ്റീവായി സംവിധാനത്തിലേക്ക് ഈ സിസ്റ്റം നന്നാവട്ടെ, സിസ്റ്റം നന്നാവുന്ന ലെവലിലേക്ക് അൻവർ വേറെ ആരെങ്കിലും വേറെ ആളെന്നുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പുഴുക്കുത്തുകൾ പുറത്തേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുഴുക്കുത്തുകളാണെങ്കിൽ പുറത്തേക്ക് പോകണം. 90-95% സേനയിൽ ആകെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ശതമാനം മാത്രമാണ് ഈ ഒരു ക്രിമിനൽ മൈൻഡുള്ള പോലീസുകാർ. നല്ല പോലീസുകാർ ധാരാളമുണ്ട്. അവരിൽ നിന്ന് നല്ല അധ്വാനം ചെയ്ത സാധാരണ പോലീസുകാരുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മളെ വയനാട്ടിൽ പിന്നെ 5-6 ദിവസം ഉണ്ടായിരുന്നല്ലോ കിടന്ന പോലീസുകാർ. അവിടെ ഓരോ DVSPമാരും SP-മാരൊക്കെ SP-മാരുടെ റാങ്കിലാണ് പറയുന്നത്. 5 ദിവസം രാത്രി പകലും നിൽക്കുകയാണ്. കാരണം അവരൊക്കെ എടുക്കുന്ന അത്യധ്വാനം വലുതാണ്. ഈ പറയുന്നത് 1% താഴെ അല്ലെങ്കിൽ വിരളിൽ എണ്ണാൻ പറ്റുന്ന 1, 2, 3 ആൾക്കാർ. ഇന്ന് ഈ സ്ത്രീ പീഡനങ്ങൾ മുഴുവൻ മാറ്റിവെച്ചേ, സ്പീഡ് പീഡനങ്ങൾ മാറ്റിവെച്ചാൽ ഇന്നത്തെ ആരോപണങ്ങൾ എന്താ? സ്വർണ്ണക്കടത്ത് ആരോപണമല്ലേ? ഈ പറഞ്ഞ SP-ക്കെതിരെ വന്ന ആരോപണമല്ലേ? ഈ പറഞ്ഞ ഗുണ്ട റൂം എന്താ പിന്നെ ഇടിമുറി ഈ പറഞ്ഞ SP-ക്ക് ഈ പറഞ്ഞ സ്വർണം പിടിക്കുന്ന എയർപോർട്ടിൽ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നില്ലെങ്കിൽ അവർ ഇടിക്കാൻ വേണ്ടിയിട്ട് റൂം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആരോപണം. 10 മണിക്ക് ശേഷം കട തുറക്കാതിരിക്കാൻ വേണ്ടിയും ഇതിൻ്റെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ സ്മൂത്താക്കാൻ വേണ്ടി കടകൾ അടപ്പിക്കുന്ന ഒരു സംവിധാനം. ഇതൊക്കെ ഈ പറഞ്ഞ സംവിധാനത്തിൻ്റെ ഭാഗമായി വന്നല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ മുഴുവൻ ശരി? ഇതൊക്കെ ആരോപണം വെച്ചോടെ SP-നെ സസ്പെൻഡ് ചെയ്യാം. ഇത് മാത്രം വേണ്ട. ഇതെന്താ കാരണം എന്നറിയോ? മറ്റ് സമയമെടുത്ത് മെല്ലെ കൈകാര്യം ചെയ്താൽ മതി. ഇതെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് പിന്നെ FIR ഇടേണ്ടി വരും, FIR ഇടാൻ നടപടി സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു മനസ്ഥിതിയില്ല. അപ്പോൾ ഇവർ എങ്ങനെയും ഊരി വിടണം. അപ്പോൾ ഊരി വിടാൻ വേണ്ടി 1-2 മാസം സമയം എടുക്കുന്ന രീതിയിൽ ഒരു അന്വേഷണത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ സുജിത്ദാസിനെ മാത്രമേ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന CAയും DYSPയും SP-യും ഒക്കെ ഇത്ര തൻ്റെ അടുത്തോടുകൂടി വന്ന് പറയുന്നതിന് കാരണം എന്താ അറിയോ? ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഞങ്ങൾ പോലീസിൽ ഒരു നടപടി സ്വീകരിച്ച് വരുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഇത് തന്നെ നടക്കുള്ളൂ എന്നുള്ളതാണ്. ലോകത്തിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഒരു പരാതി ഇത്രയും വലിയൊരു പരാതി. പിന്നെ ഈ ഒരു ചെയിനിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഫസ്റ്റത്തെ ആരാ വന്നേ? SP, രണ്ടാമത് DYSP, മൂന്നാമത് CA. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? CA പറഞ്ഞെന്നറിയോ? ഞാൻ DYSPനോടും SP സസ്പെൻഷൻ പോയി ഇവരോട് 3 ആലോചിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ ചെയിനില്ല. ഇവർക്ക് അങ്ങനെ ഒരു ചെയിൻ ഇല്ലാതെയാണുള്ളത് പോകുന്നത്. അപ്പോൾ പിന്നെ ഇത് മാത്രം ചെയിനില്ല, മറ്റേ ബാക്കി കാര്യങ്ങൾക്കെല്ലാം ചെയിനുണ്ട്. ഏതായാലും ഈ 1 മാസം സമയം കൊടുത്തിരിക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എന്തൊക്കെ അന്വേഷിക്കുമെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അൻവർ ആരോപിച്ച കൊലക്കേസിന്റെ CD ഫയൽ അടക്കം ഹാജരാക്കാൻ DGP ആവശ്യപ്പെട്ടു എന്നടക്കമുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 4 സംഘങ്ങളായി ഈ സംഘം അന്വേഷണം നടത്തുന്നു, തെളിവെടുക്കാൻ പോകുന്നു, അൻവറിന്റെ മൊഴിയെടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളടക്കം പുറത്തു വരുമ്പോൾ നമുക്ക് നോക്കാം. കാക്കിക്ക് നിയമം വേറെയോ എന്ന ചോദ്യം. നിയമം വേറെ തന്നെയാണെന്ന് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. Meet the editors.